സംബന്ധിച്ചിടത്തോളം വളരെ ഇപ്പോ ഒരേ സമയത്ത് തന്നെ പല വർക്കുകളും അവൻ ചെയ്യുന്ന സമയത്ത് നമ്മള് സാധാരണ പലരും കണ്ടിട്ടുണ്ട് ഇത്രയും വർക്കുകൾ ചെയ്യുമ്പോൾ ഈ വർക്കുകളെല്ലാം ആ വർക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് പലപ്പോഴും അറിയാം അതിന്റെ തിരക്കിലേക്ക് പോവുകയായിരിക്കും. പക്ഷെ അങ്ങനെയല്ല, മിസബ് സുഹൃത്തുക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടിയൊക്കെ തന്നെ ആ വർക്കിന് പുറമെ സമയം കണ്ടെത്തുകയും അതിനുവേണ്ടി അവർക്ക് മാക്സിമം സമയം കൊടുത്തുകൊണ്ട് തന്നെ നല്ല ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള സമയവും അനുഭവവും കൊടുക്കാൻ മിസബ് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഇതൊന്നും സ്വാഭാവികമായിട്ടും സാധാരണ മനുഷ്യർക്ക് എളുപ്പത്തിൽ കഴിയുന്ന കാര്യമല്ല. അപ്പൊ അത്തരം സൂക്ഷ്മമായിട്ടുള്ള കാര്യത്തിൽ കൂടി വളരെ വളരെ ശ്രദ്ധ വെച്ചിരുന്നതാണ്. ഞങ്ങള് പേപ്പർ ഒരുമിച്ച് പ്രിപ്പയർ ചെയ്തു. പക്ഷെ എനിക്ക് പ്രസന്റ് ചെയ്യാൻ പോകാൻ കഴിഞ്ഞില്ല. പിന്നീട് അവൻ പോയി അത് പ്രസന്റ് ചെയ്ത് എംഫിലിന്റെ സമയത്ത് അവന് പബ്ലിഷ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമ്മൾ പരസ്പരം അന്ന് ഓരോ ഘട്ടത്തിലും ഞങ്ങൾ പരസ്പരം സഹായിച്ചിട്ടുണ്ട്. അതിന് ശേഷം ജർമ്മനിയിൽ പോകാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടി. പക്ഷെ അവന് പോകാൻ കഴിഞ്ഞില്ല ജർമ്മനിയിൽ പഠിക്കാൻ. കാരണം അവന്റെ ഒരു സാഹചര്യം കൊണ്ടാണ് അന്ന് അവന് പോകാൻ കഴിയാതിരുന്നത്. ചിലപ്പോ ഒന്നും കൂടെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അടുത്ത തവണ അവന് ജർമ്മനിയിൽ പോയി കുറച്ചു കാലം പഠിക്കാനുള്ള ഒരു അവസരം കിട്ടുമായിരുന്നു. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അവനുമായി ബന്ധപ്പെട്ട് കമ്മിറ്റ്മെന്റ് ഉള്ള, എനിക്കെന്നും ഓർക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ എന്നും കടപ്പാടുള്ള കുറെ കാര്യങ്ങളുണ്ട്. എല്ലാം ഒന്നും ഞാൻ പറയുന്നില്ല. ഒരു ഉദാഹരണം ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. മിസബ് എങ്ങനെയുള്ളതാണ്. ഞാന് എന്റെ എംഫിൽ പഠിക്കുന്ന സമയത്ത് അവസാന ഘട്ടം അതിന്റെ ഡെസർട്ടേഷന്റെ ഒരു ഇടക്കാലത്ത് വെച്ച് ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് കാശ് ചോദിക്കില്ല എന്നുള്ള ഒരു തീരുമാനം എടുത്തു. മിസബിന്റെ വീട്ടിലൊരു സാഹചര്യമല്ല, കുറച്ചും കൂടെ മെച്ചപ്പെട്ട സാമ്പത്തിക സാഹചര്യം ആണെങ്കിൽ പോലും ഇത്ര ആയതുകൊണ്ട് വീട്ടിൽ നിന്ന് കാശ് ചോദിക്കുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ ഒരു നിലപാടെടുക്കുകയും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എനിക്ക് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ ആയതുകൊണ്ട് വേറെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടാവാതിരിക്കുകയും ഇടക്ക് നാട്ടില് കുട്ടികൾക്കുള്ള ട്രെയിനിങ് ക്ലാസ് എടുക്കുക, അല്ലെങ്കിൽ ഞാൻ കുറച്ചു കാലം കൗൺസിലറായിട്ട് സ്കൂൾ കൗൺസിലറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് അത്തരം പരിപാടികൾ, പക്ഷെ അതെപ്പോഴും ഡെസർട്ടേഷന്റെ തിരക്കിൽ നാട്ടിലും വരാതെ ഇപ്പോൾ എന്റെ വരുമാനത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടായി. അപ്പൊ ഞാൻ വല്ലാത്തൊരു സാഹചര്യത്തിലൂടെ വേറെ ഒന്ന് രണ്ട് വിഷയങ്ങളുമായിട്ട് കടന്നു പോയപ്പോൾ ഞാൻ നാട്ടിലേക്ക് വരികയും എന്റെ സുഹൃത്തുക്കളുടെ കൂടെ പാലക്കാട് താമസിക്കുകയും ചെയ്യാണ്. അപ്പൊ എംഫിലിന്റെ ഡെസർട്ടേഷന്റെ ഫീസ് അടക്കേണ്ട അവസാന സമയമാണ്. ആ സമയമായി. അപ്പൊ ഞാൻ എന്തായാലും അത് വിട്ട് ഇനിയിപ്പോ ജോലിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാം എന്നുള്ള ഒരു മാനസികാവസ്ഥയിലെത്തി. പക്ഷേ എന്നോട് വീണ്ടും വീണ്ടും മിസ്സബും അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു ക്ലാസ്മേറ്റ് ആയിരുന്നു പൂർണിമ എന്ന് പറഞ്ഞ കുട്ടി, അവർ രണ്ടുപേരും എന്നെ വിളിച്ച് ചോദിക്കുമായിരുന്നു. അപ്പൊ ഞാൻ അത് അത്ര ഒരു കാര്യമാക്കാതെ ഇരിക്കുകയായിരുന്നു. പക്ഷെ ആ ഡെസർട്ടേഷന്റെ ഇതിന് ഫണ്ട് അതിന്റെ ഫീസ് സബ്മിറ്റ് ചെയ്യേണ്ട അവസാന ദിവസം എന്നോട് പോലും ചോദിക്കാതെ മിസ്സബും അതുപോലെ പൂർണിമയും ചേർന്നുകൊണ്ട് അവര് എന്റെ ഫോം ഫില്ലപ്പ് ചെയ്ത് മിസ്സബ് അത് ചലാൻ കെട്ടി അത് ഫീസ് അടച്ച് അത് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ആ ലാസ്റ്റ് ഡേയിൽ അത് ചെയ്തത് കൊണ്ട് പിന്നീട് ഞാൻ JRF എഴുതിയപ്പോൾ എനിക്ക് കിട്ടിയപ്പോൾ ഒരു കോൺഫിഡൻസ് ആയിട്ടാണ് ഞാൻ തിരിച്ചു വന്ന എന്റെ കോഴ്സ് ഡെസർട്ടേഷൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തത്. പക്ഷെ അങ്ങനെ ഒരു പ്രവർത്തനം സാധാരണ ഒരു സുഹൃത്തുക്കൾ എന്നുള്ള നിലക്ക് അവരാരും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ മിസ്സബ് അങ്ങനെ ഒരു പ്രവർത്തനം ചെയ്യാൻ ഒരു വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ, അത് ചെറിയൊരു എമൗണ്ട് ആണെങ്കിൽ 850 എന്തോ ഉള്ളൂ, പക്ഷെ എന്നാലും അത് അടച്ച് അന്ന് അത് ചെയ്തത് കൊണ്ടാണ് എനിക്ക് അന്ന് എംഫിൽ കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞത്. അപ്പോ മിസ്സബിനോടുള്ള കമ്മിറ്റ്മെന്റ് ഇങ്ങനെ ഉള്ള ചില അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. മിസ്സബ് ഒരു നല്ല അധ്യാപകൻ ആണെന്ന് മാത്രമല്ല, ആളുകളെ കയ്യിലെടുക്കാനുള്ള അല്ലെങ്കിൽ ആളുകളെ അവനുമായി താല്പര്യം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് എടുക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് അവനുണ്ടായിരുന്നു. ജനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എന്ത് പ്രവർത്തനം നടത്തിയാലും അത് വിജയിക്കും. പിന്നെ ഒരു അസാമാന്യമായ എനർജി ആയിരുന്നു അവനെ സംബന്ധിച്ചിടത്തോളം. എന്ത് ചെയ്യാനും ഒരു മടി കൂടാതെ എന്ത് ചെയ്യാനുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് മിസ്സബിന്റെ ഒരു പ്രത്യേകതയാണ്. അവന് വിവാഹവുമായി ബന്ധപ്പെട്ട് നമ്മള് ഈ ഒരുപാട് ആശങ്കയിലിരിക്കുന്ന ഒരു സമയമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, PhD ഫസ്റ്റ് ഇയർ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഇയറിന്റെ ഒക്കെ ഒരു കാലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോപ്പിക് തെരഞ്ഞെടുത്ത് ഫൈനലായി അതുമായി ബന്ധപ്പെട്ട അതൊരു തിസിസായി മാറുന്നതിനിടക്കുള്ള ഏറ്റവും വലിയ സംഘർഷത്തിന്റെ കാലത്തിലാണ് അവന്റെ ജീവിതത്തിലേക്ക് ഒരു പങ്കാളിയായിട്ട് സുലൈഖ വരുന്നത്. സുലൈഖയെ കാണാൻ പോയി വന്നതിന് ശേഷം വളരെ പോസിറ്റീവായിട്ട് അവൻ പറഞ്ഞത് അവന് മനസ്സിനിണങ്ങിയ വളരെ റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്ന ഒരുപാട് അത്തരം കാര്യങ്ങൾ നമുക്കറിയാലോ, പല
തരത്തിലുള്ള ആഗ്രഹങ്ങളല്ലാതെ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു കുട്ടിയാണ് എന്ന് പറയുകയും അവന്റെ വിവാഹത്തിന്റെ സമയം നമ്മളോട് പറഞ്ഞിരുന്നെങ്കിലും സിമ്പിൾ വിവാഹമാണെന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹിയിൽ നിന്ന് പിന്നെ ലീവ് എടുത്തൊന്നും അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ചെന്നിട്ടില്ല. പക്ഷെ വിവാഹം നടത്തുന്നതിനെ കുറിച്ചും അത് പിന്നെ ബിസ്ക്കറ്റും ചായയും കൊടുത്തിട്ടാണ്, ചില ആൾക്കാർക്കൊക്കെ മുറിവുറുപ്പ് ഉണ്ടായേക്കാം, എന്നാലും കുഴപ്പമില്ല, ഞാൻ അങ്ങനെയാണ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് വളരെ സിമ്പിൾ ആയിട്ട് അവന്റെ വിവാഹം നടത്തുകയും അതിനുശേഷമുള്ള ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും മറ്റുള്ളവരെ കാണിക്കാനുള്ള വലിയ പ്രകടനപരതയിലേക്കല്ലാതെ സൂക്ഷ്മമായിട്ട് അവന്റെ പിന്നെ പേഴ്സണൽ ആയിട്ടുള്ള ലൈഫിൽ എന്തൊക്കെയാണ് കുടുംബത്തിന് ചെയ്യേണ്ടത് അക്കാര്യത്തിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് കുടുംബജീവിതം നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും നടത്തി ഒരു മാതൃകയായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരാളാണ്. അപ്പൊ അവന്റെ ആ ഒരു ഓരോ ഘട്ടത്തിലും പിന്നീട് ഞാൻ തിരിച്ച് തെരഞ്ഞെടുപ്പിലേക്ക് വന്നതിന് ശേഷം ഞങ്ങൾക്ക് അധികം ഒരുപാട് സമയം ബന്ധപ്പെടാനും സംസാരിക്കാനും കഴിഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ ഡൽഹിയിൽ പോകുമ്പോഴൊക്കെ പോകാറുണ്ട്. ഒരു ദിവസം പിന്നെ തിരിച്ച് മഹാനദിയിൽ അവർ താമസിക്കുന്നിടത്ത് പോയി ഭക്ഷണമൊക്കെ കഴിച്ചു വന്നൊക്കെ ഞാൻ ഓർക്കുന്നു. കുട്ടികള് ആയതും വളരെ സന്തോഷത്തോടെയാണ് ആ കാര്യങ്ങളൊക്കെ അവൻ പറഞ്ഞിരുന്നത്. അവനെ സംബന്ധിച്ചിടത്തോളം ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തേണ്ട ആളാണ്. PhD പിന്നെ കംപ്ലീറ്റ് ചെയ്ത് വരുന്നതിനൊക്കെ ഇടക്ക് ഒരുപാട് റിസ്ക് അവൻ എടുത്തിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ പിന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് വളരെ വളരെ ആത്മാർത്ഥമായി പിന്നെ PhD എഴുതാൻ കാണിച്ച ശ്രമങ്ങൾ, അതിന്റെ ഇടയ്ക്ക് ജോലി, ഇപ്പൊ നേരത്തെ പറഞ്ഞ വിഷനിലുള്ള ജോലി, ഈ യാത്രകള്, സുഹൃത്തുക്കള്, അതിന്റെ ഇടയ്ക്ക് അവന്റെ സംഘടനയുടെ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ഒരുമിച്ച് നടത്തിക്കൊണ്ട് ഇതൊക്കെ ഒരുമിച്ച് നടത്താൻ കഴിയും എന്നുള്ള രീതിയിലാണ് അവർ മുന്നോട്ട് പോയത്. മിസ്സബിനെ നമ്മൾ തിരിച്ചു ഓർക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു വ്യക്തിയെ നമ്മൾ കേവലം ഓർക്കുക, നമ്മുടെ കൂട്ടത്തിൽ പിന്നെ വിട പറഞ്ഞ ഒരാളെ ഓർക്കുക എന്നുള്ള നിലക്ക് മാത്രമാക്കി മാറ്റുന്നതിന് പകരം ആ ഒരു വ്യക്തിയിൽ മാതൃകയാക്കാവുന്ന കുറെ ക്വാളിറ്റീസ് ഉണ്ട്. ആ ക്വാളിറ്റീസ് വരാനിരിക്കുന്ന തലമുറകളിലേക്ക് എത്തിക്കാനും അത് ആ ഒരു പ്രത്യേകതകൾ മറ്റുള്ളവരെ അറിയിക്കാനുള്ള ഒരു പ്രവർത്തനങ്ങളാണ് ഈ മീറ്റിംഗിന്റെ ഭാഗമായിട്ട് നടത്തേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനൊരു ചെറിയൊരു കുറിപ്പ് പിന്നെ എഴുതിയിട്ടുണ്ട്. ആ കുറിപ്പ് എഴുതി കൊടുത്തിട്ടുണ്ട്. സ്മരണിക പ്രസിദ്ധീകരിക്കുമ്പോൾ അതില് ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് കാര്യങ്ങളും പേഴ്സണലായിട്ട് നല്ല സുഹൃത്തുക്കളായി ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയത്താവുമ്പോൾ ഞങ്ങൾ സംസാരിച്ച, ഞങ്ങൾ ഇടപെട്ട ഒരുപാട് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അതെല്ലാം ഇപ്പൊ ഞങ്ങൾക്ക് എഴുതാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് അതെല്ലാം എഴുതുന്നില്ലെങ്കിലും ഒന്ന് രണ്ട് അനുഭവങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ എഴുതിയിട്ടുണ്ട്. മിസ്സബ് പിന്നെ ഇനിയും അവന്റെ വിദ്യാർത്ഥികളിലൂടെ, അവനെ ഒരു തവണയെങ്കിലും കണ്ട് ഇടപെട്ട ആളുകളിലൂടെ ആ ഓർമ്മകളിലൂടെ ജീവിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോ തീർച്ചയായിട്ടും ഈ ഏറ്റവും അടുത്ത സുഹൃത്ത്, എന്നെ സംബന്ധിച്ചിടത്തോളം മിസ്സബ് മരണപ്പെട്ട് എന്നറിഞ്ഞു അർദ്ധരാത്രിയാണ് ഞാൻ അറിയുന്നത്. രാവിലെ വരാൻ വരുമ്പോഴേക്കിന് പിന്നെ മറവ് ചെയ്യപ്പെട്ടു. അതോടുകൂടി പിന്നെ എനിക്ക് എത്താൻ കഴിഞ്ഞില്ല. അപ്പൊ എനിക്ക് അത് കാണാൻ പറ്റില്ല. പിന്നീടാണ് വീട്ടിൽ ഞാൻ വന്നത്. അപ്പൊ ഇന്നും എന്റെ മനസ്സിൽ മിസ്സബ് എവിടെയോ ജീവിക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നലാണ്. ഇപ്പോഴും മരണപ്പെട്ടു എന്നുള്ളത് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുള്ളത്. ഞാൻ അവസാനമായിട്ട് അവന് വിളിച്ചിരുന്നു. വിളിച്ച സമയത്ത് അവൻ ക്ലാസ്സിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്നെ തിരിച്ചു വിളിച്ചു. അപ്പൊ ഞാൻ പ്രസംഗത്തിലായിരുന്നു. അപ്പൊ കുഴപ്പമൊന്നുമില്ല, നമുക്ക് സംസാരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു വെച്ചതാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇങ്ങനെ കേൾക്കുന്നത്. എന്തായിരുന്നാലും ഒരു മിസ്സബും അതുപോലെ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന എന്റെ ഒരു ഫ്രണ്ടായിരുന്നു, മിസ്സബിന് അറിയുന്ന ഒരു ബിപാഷ എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടുകാരി, അവളും മിസ്സബ് മരണപ്പെട്ട് അധികം വൈകാതെ പിന്നെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഡൽഹിയിൽ അവരും മരണപ്പെട്ടു. വളരെ പിന്നെ അവിചാരിതമായിട്ടാണ് ഈ മരണം സംഭവിച്ചിട്ടുള്ളത്. നമുക്ക് തടുക്കാൻ കഴിയുന്ന കാര്യമല്ല, പടച്ചവന്റെ ഒരു തീരുമാനമാണല്ലോ. അപ്പൊ അതിനെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്തായിരുന്നാലും മിസ്സബിന്റെ ഓർമ്മകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും അത് മാതൃകയാക്കാൻ, എങ്ങനെയാണ് നല്ല സുഹൃത്താകാൻ കഴിയുക, എങ്ങനെ നല്ല അധ്യാപകനാകാൻ കഴിയും, എങ്ങനെ നല്ല മകനാകാൻ കഴിയും, എങ്ങനെ സമൂഹത്തിൽ മറ്റുള്ളവരോട് ഇടപെട്ടൊരു നല്ല സാമൂഹ്യ പ്രവർത്തകനായിട്ട് മുന്നോട്ട് പോകുന്ന നല്ലൊരു വിദ്യാർത്ഥി. പലപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ചില അധ്യാപകര് പലപ്പോഴും അവര് പിന്നെ ചില അനീതികൾ ഞങ്ങളുടെ അധ്യാപകർ ചെയ്യുന്ന സമയത്ത് ഞാൻ വളരെ ശക്തമായിട്ട് പിന്നെ ഈ ഇടപെടുമ്പോഴും, ഞാൻ ഇടപെടുന്ന രീതി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വെട്ടൊന്ന് തുണ്ടരണ്ടെന്ന്. പക്ഷെ ആ രീതിയിലല്ല മിസ്സബ് ഇടപെടാറ്. മിസ്സബിന് ഒരു മയത്തിലും നയത്തിലും നിന്ന് എന്നാൽ ചെയ്ത് വളരെ നന്നായിട്ട് അത് കൈകാര്യം ചെയ്ത് പോകുന്ന ഒരു പ്രകൃതമായിരുന്നു. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും മിസ്സബിൽ നിന്ന് പഠിക്കാനുണ്ട്. ഞങ്ങൾ പല പ്രോഗ്രാമുകളും കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഡൽഹിയില് പിന്നെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ വളരെ നന്നായിട്ട് നല്ലൊരു ഓർഗനൈസർ കൂടിയായിരുന്നു.
അതോടൊപ്പം തന്നെ പല ക്ലാസ്സുകൾ എടുക്കാൻ പോകുമ്പോഴും ഇതിനൊക്കെ ഉണ്ടായിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ നല്ലൊരു ഓർഗനൈസർ കൂടിയായിരുന്നു. അപ്പൊ അങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് മിസ്സബിൽ നിന്നും നമുക്ക് കണ്ടുപഠിക്കാനുണ്ട്. ഇന്ന് പുതിയ നമ്മുടെ ആളുകളോട് പറയാനുള്ളത്, നമുക്കൊക്കെ രാഷ്ട്രീയപരമായ വിയോജിപ്പുകൾ ഉണ്ടാവും, നമുക്കൊക്കെ സംഘടനാപരമായ വിയോജിപ്പുകൾ ഉണ്ടാവും. പലപ്പോഴും പലർക്കും അറിയില്ല ഈ വിയോജിപ്പുകൾ ഉണ്ടാകുമ്പോൾ അകൽച്ചയാണ്, അല്ലെങ്കിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മൾ അകന്ന് നിൽക്കുക എന്നുള്ള ഒരു തോന്നലാണ് പലർക്കും ഉണ്ടാവാറ്. മിസ്സബിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്, ഞങ്ങൾ വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുമായി മുന്നോട്ട് പോകുമ്പോഴും ഒരുമിച്ചിരിക്കാനും ഒരുമിച്ച് കളിക്കാനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനും ഒരുമിച്ച് യാത്ര ചെയ്യാനും, എന്നാൽ അവന്റെ സംഘടനയുടെ പ്രവർത്തനവും പരിപാടി അതിലേക്ക് ഫോക്കസ് ചെയ്ത് അവന് പോകാനും, എന്നാൽ എന്റെ സംഘടനയുടെ എനിക്ക് പോകാനും, തിരിച്ചു വന്ന് ഞങ്ങൾ രണ്ടാളും യോജിച്ചുകൊണ്ട് നടത്തേണ്ട ഒരു പരിപാടിയാണെങ്കിൽ അതിൽ ഒരുമിച്ച് നിൽക്കാനും കഴിയുന്ന ഒരു വലിയൊരു പ്രത്യേക പ്രകൃതം എനിക്ക് ഉള്ളതിനേക്കാൾ മിസ്സബിന് ആ ഒരു പ്രകൃതം ഉണ്ടായത് കൊണ്ടാണ് അങ്ങനെ നിൽക്കാൻ കഴിഞ്ഞത്. അപ്പൊ അതൊരു പ്രത്യേകതയാണ്. ഇന്ന് സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, വൈവിധ്യങ്ങളുള്ള സമൂഹത്തിൽ വളരെ വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിലൂടെ നമ്മൾ ജീവിക്കുമ്പോഴും മനുഷ്യത്വത്തോടു കൂടി, സ്നേഹത്തോടു കൂടി, സൗഹൃദത്തോടു കൂടി മുന്നോട്ട് പോകാൻ മിസ്സബിന്റെ ആ ക്വാളിറ്റിയിൽ നിന്ന് നമുക്ക് പഠിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല, സമയം കുറച്ച് ആയി എന്നുള്ളത് കൊണ്ട് മിസ്സബിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. അള്ളാഹു അവന്റെ പരലോകം വിശാലമാക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. എന്തായാലും മിസ്സബിന്റെ ഓർമ്മകൾ ഇനി മുന്നോട്ട് എല്ലാവരുടെയും ജീവിതത്തിൽ മാതൃകയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്ര നേരം നമ്മോട് സംസാരിച്ച മുഹ്സിൻ എംഎൽഎക്ക് ലേറ്റ് ട്യൂൺ ടുവാർഡ് സക്സസ് ടീമിന്റെ കൃത്യമായ നന്ദിയും സ്നേഹം അറിയിക്കുന്നു. അടുത്തതായി നമ്മോട് സംസാരിക്കാൻ വേണ്ടി സൈനുദ്ദീൻ കരിവള്ളൂർ, സോഷ്യൽ ആക്ടിവിസ്റ്റ് പൊതുപ്രവർത്തകനുമായ സൈനുദ്ദീൻ ഷഫീഖ്, അതേപോലെ തന്നെ ലെക്ടൂണ്ട ഈ പരിപാടിയുടെ അധ്യക്ഷ മുഹ്സിൻ എംഎൽഎ, മുഹ്സിൻ ഇരിക്കൂർ, അതേപോലെ ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാർ, 36 വർഷമാണ് നമുക്കിടയിൽ ജീവിച്ചത്. 36 വർഷം കൊണ്ട് ജീവിതം സമ്പൂർണമായി അടയപ്പെടുത്തിയാണ് മുഹ്സിൻ യാത്രയായി. മുമ്പ് നമ്മളെ കേരളത്തില് ഒരു മതസംഘടനയുടെ സമ്മേളനത്തിൽ ബിലാൽ ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു പ്രബോധകൻ വരികയുണ്ടായി. അദ്ദേഹം ഈ കേരളത്തിൽ വെച്ച് സംസാരിച്ചപ്പോ യൂറോപ്പിലെ മതപ്രബോധന രംഗത്ത് പണിയെടുക്കുന്ന ഒരാളെന്ന നിലയിൽ പലരെയും കാണുമ്പോൾ ആൾക്കാർ ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ആൾക്കാർ തിരിച്ച് ബിലാൽ ഫിലിപ്പിനോട് ചോദിച്ച ഒരു ചോദ്യം അദ്ദേഹം പ്രസംഗത്തിൽ ഉടനീളം ആവർത്തിച്ചിരുന്നു. അതിങ്ങനെയാണ്, അദ്ദേഹം ചോദിക്കുമ്പോൾ അവര് തിരിച്ചു ചോദിക്കുന്ന ചോദ്യം ഷോമി എന്നാണ്. നിങ്ങളത് കാണിച്ചു തരൂ, ഈ കാണിച്ചു തരൂ എന്നാണ് നിരന്തരം ആൾക്കാർ കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ കാണിച്ചു കൊടുക്കാൻ എന്താണ് നമ്മുടെ മുമ്പിലുള്ളത്? യഥാർത്ഥത്തിൽ പ്രവാചകന്റെ ജീവിതം, അത് നേരത്തെ നമ്മൾക്ക് മുമ്പേ സംസാരിച്ച ഷഫീഖും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൂടെ പഠിച്ചവരും ഒക്കെ വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. ജീവിതത്തില് എല്ലാ മേഖലയും സാധാരണ നമ്മൾ വിശ്വാസികൾ ആരാവണം എന്നാണ് നമ്മൾ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. മുഹമ്മദിനെ പോലെ ആവണം, പ്രവാചകനെ പോലെ ആവും. അപ്പോ യഥാർത്ഥ ചെറുപ്പക്കാരൻ അവന്റെ ജീവിതത്തിന്റെ ചെറിയ ആയുസ് പ്രവാചകനെ എത്രത്തോളം അനുധാവനം ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ ജീവിതം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. എ ടു സെഡ് അവിടെ എന്തൊക്കെയാണ് ഉള്ളത് അതൊക്കെ അദ്ദേഹം ചെറിയ ജീവിതത്തിൽ 36 വർഷം കൊണ്ട് ജീവിച്ച്
കാണിച്ച് നമ്മുടെ സമൂഹത്തിന് മാതൃക നൽകിയാണ് അദ്ദേഹം വിട പറഞ്ഞത്. നമ്മൾ സാധാരണ മരിച്ചുപോയവർക്ക് വേണ്ടി ആണ്ട് നടത്താറുണ്ട്. അതേപോലെ തന്നെ മരിച്ചുപോയ വിപ്ലവകാരികൾക്ക്, അതേപോലെ മരണപ്പെട്ടവർക്ക്, രക്തസാക്ഷികൾക്ക് വേണ്ടി രക്തസാക്ഷി സ്മരണകൾ നടത്തും. യഥാർത്ഥത്തിൽ നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് അവരെ സൂചിച്ചു പോകാൻ മനസ്സിലാക്കണം. മിസ്ഹബ് യഥാർത്ഥത്തിൽ പ്രവാചകന്റെ ജീവിതത്തെ എല്ലാ അർത്ഥത്തിലും അനുധാവനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ 36 വർഷത്തെ ജീവിതം നമുക്ക് മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്നത്. ആ ജീവിതം നമ്മൾ യഥാർത്ഥത്തിൽ മാതൃകയാക്കേണ്ട ഒരു ജീവിതം. അത് നമ്മുടെ ഭാവിയിൽ നമ്മുടെ തലമുറകൾക്ക്, നമ്മുടെ മക്കൾക്ക് വെച്ചു കൊടുക്കേണ്ട ജീവിതമാക്കി അതൊരു ഗ്രന്ഥരൂപത്തിലേക്ക് അദ്ദേഹത്തിന്റെ, ഇപ്പൊ നേരത്തെ മുസ്ലിം അലിയും അദ്ദേഹത്തിന്റെ കൂടെ പഠിച്ചവരും അദ്ദേഹത്തിന്റെ ബന്ധുക്കളായ ആൾക്കാരും അദ്ദേഹവുമായി ഇടപെട്ട എല്ലാവരിൽ നിന്നും അതിന്റെ വിവരം ശേഖരിച്ചുകൊണ്ട് അത് കൃത്യമായ ഒരു ഗ്രന്ഥരൂപത്തിലേക്ക് മാറ്റി അത് സമൂഹത്തിൽ ഒരു ഒരു ചെറുപ്പക്കാരൻ എങ്ങനെയാണ് എങ്ങനെയാണ് സമൂഹത്തിൽ എഴുന്നേറ്റ് നിൽക്കേണ്ടത് എന്നതിനുള്ള മികച്ച ഉദാഹരണമായിരുന്നു 36.5 വർഷത്തെ ഡോക്ടർ മിസ്ഹബിന്റെ ജീവിതം എന്ന് പറയുന്നത്. അത് എനിക്ക് വലിയ ഒരു പിന്നെ അടുത്ത് ഇടപഴകിയിട്ടുള്ള പരിചയം മിസ്ഹബുമായിട്ട് ഉണ്ടായിട്ടില്ല. കാരണം ഷഫീഖിന്റെ മരുമകൻ എന്ന നിലയിൽ ഞാൻ ഏറ്റവും അടുത്ത് ഇടപെടുന്നത് ഡൽഹിയിൽ വെച്ചാണ്. നമ്മുടെ കുടുംബസമേതം കാശ്മീർ യാത്രയൊക്കെ കഴിഞ്ഞു വരുന്ന സമയത്ത് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഡൽഹി യൂണിവേഴ്സിറ്റി കാണുക എന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ രാത്രിയോടെയാണ് മിസ്ഹബിന്റെ വീട്ടിലേക്ക് എത്തുന്നത്, ക്വാർട്ടേഴ്സിലേക്ക് എത്തുന്നത്. അപ്പൊ നമ്മൾ വരുന്നതിന്റെ അതുമായി ബന്ധപ്പെട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി സുലൈഖ പുറത്ത് സന്ധ്യയൊക്കെ കരിവേപ്പില പറിക്കാൻ വേണ്ടി ഇറങ്ങിയ സമയത്ത് പൂച്ച മാന്തിയിട്ട് നമ്മൾ തിരിച്ച് റൂമിലേക്ക് എത്തുന്ന സമയത്ത് മിസ്ഹബ് സുലൈഖേനെയും കൂട്ടി ആശുപത്രിയിലേക്ക് പോയി. പിന്നെ നമ്മൾ തന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ച് നമ്മൾ അവിടെ ഉറങ്ങി. പിറ്റേ ദിവസം ആണ് തിരിച്ച് നാട്ടിലേക്കുള്ള ഫ്ലൈറ്റ്. എന്നാൽ നമ്മൾക്ക് അധികം സംസാരിക്കാൻ പോലും സമയം കിട്ടാത്ത രീതിയിൽ അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്ത് പോയി അദ്ദേഹത്തിന് നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ ജെ.എൻ.യു ഒന്ന് കാണുക എന്നുള്ള ഒരു ഉദ്ദേശം അതുകൊണ്ട് തന്നെ നടക്കാതെ പോയി എന്നുള്ള ഒരു സംഘടനക്ക്. പിന്നീട് നമ്മൾ നേരത്തെ അധ്യക്ഷ ഭാഷണത്തിൽ പറഞ്ഞു നമ്മുടെ യൂണിയനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, കാരണം നമുക്കറിയാം നമ്മുടെ കേരളത്തിലേക്ക് വന്ന ഒരുപാട് അതിഥി തൊഴിലാളികളുണ്ട്. ഈ അതിഥി തൊഴിലാളികളെ പിന്നെ അവരുടെ ഭാഷ കൈകാര്യം ചെയ്യുന്ന ഒരാൾ തന്നെ അവരുമായി സംവദിക്കാൻ നമുക്ക് ഏറ്റവും പറ്റിയ ഒരാളെ നമ്മൾ തെരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ മുമ്പിലേക്ക് മിസ്ഹബ് കടന്നു വരുന്നത്. അദ്ദേഹം ഡോക്ടർ മിസ്ഹബ് എന്ന ഒരു ഡോക്ടർ എന്ന പദവിക്കപ്പുറത്ത് ഒരു സാധാരണക്കാരനായി ഇറങ്ങി നമ്മളുടെ ഈ പറയുന്ന ഉത്തരേന്ത്യയിൽ നിന്നും വന്ന നമ്മുടെ അതിഥി തൊഴിലാളികളുമായി ഇഴചേർന്നാണ് ആ യൂണിയൻ പ്രവർത്തനം സജീവമായി മുന്നോട്ട് കൊണ്ടുപോയത്. അത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അദ്ദേഹം പിന്നെ ഏറ്റവും അവസാനമായി, ഞാൻ എൻ്റെ വാക്ക് അധികം ദീർഘിപ്പിക്കുന്നില്ല, ഒരുപാട് ആൾക്കാർ ഇനിയും സംസാരിക്കാനുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ദീർഘിപ്പിക്കുന്നില്ല. അദ്ദേഹം പിന്നെ തൊട്ട് പിറ്റേ ദിവസത്തേക്ക് ഒരു ക്ലാസ്സിൽ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന, അത് പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് അദ്ദേഹം കുഴഞ്ഞു വീണ് അള്ളാഹുലേക്ക് യാത്രയായത്. ആ സൂറത്തുൻ നിസായിലെ 94 മുതൽ 99 വരെയുള്ള ആയത്താണ് അദ്ദേഹം അവിടെ പഠിച്ചുകൊണ്ടിരുന്നത്. ആ ആയത്ത് വളരെ കൃത്യമായി, കാരണം ആ ആയത്ത് അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരായത്താണ്. അത് പിന്നെ വളരെ കൃത്യമായ ആ ആയത്തിൽ കാര്യങ്ങളൊക്കെ അത് നിങ്ങളൊന്ന് പഠിച്ചു നോക്കിയാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അദ്ദേഹം ആ ഒരായത്ത് പഠിച്ചുകൊണ്ടിരിക്കെ അത് നാളേക്ക് ക്ലാസ്സായി മാറ്റാൻ ആവശ്യമായ ഒരുക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിലേക്ക് യാത്രയായത്. അത് കൃത്യമായി പറഞ്ഞിരുന്നു. അതില് പിന്നെ വിശ്വസിച്ച ജനത്തിൽ ന്യായമായ കാരണമില്ലാതെ വീട്ടിലിരിക്കുന്നവരും ജീവധനാദികളാൽ ദൈവിക സരണിയിൽ സമരം ചെയ്യുന്നവരും ഒരുപോലെ ആകുകയില്ല എന്ന് തുടങ്ങി
അതേപോലെ തന്നെ ഹിജ്റ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അത് അറിവിന് വേണ്ടിയുള്ള ഹിജ്റയാണ് യഥാർത്ഥത്തിൽ മിസ്ഹബ് ചെയ്തത്. അറിവിന് വേണ്ടിയുള്ള ആ അദ്ദേഹത്തിന്റെ ജീവിതം ഇപ്പൊ ചെന്നൈയിലാവട്ടെ, വാടാനപ്പള്ളി ആവട്ടെ, അവിടുന്ന് അങ്ങോട്ട് ഡൽഹിയിൽ എത്തി അദ്ദേഹത്തിന്റെ ഡോക്ടറേറ്റും അതേപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹം സഞ്ചരിച്ചു. അത് അറിവ് നേടി ആ അറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുവാൻ കൂടിയാണ് എന്ന് അറിയുമ്പോഴാണ് അദ്ദേഹം അന്ന് ഒരുക്കം നടത്തിയ ഖുർആൻ ക്ലാസിന്റെ ആന്തരിക സത്ത നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഈ ഒരു കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു അനുസ്മരണം നടത്തുന്നത് വെറുതെ മരിച്ചുപോയവരെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞ് പുകഴ്ത്തിയുള്ള ഒരു അനുസ്മരണമല്ല. അതിനപ്പുറത്ത് അത്തരത്തിലുള്ള മനുഷ്യന്മാർ, മിസ്ഹബിനെ പോലെയുള്ള മനുഷ്യന്മാര് സമൂഹത്തിൽ എഴുന്നേറ്റ് നിന്ന് അവർ നൽകിയ ഒരുപാട് അവരുടെ ജീവിതം കൊണ്ട്, ചുരുങ്ങിയ കാലത്ത് അവരുടെ ജീവിതം കൊണ്ട് നൽകിയ സന്ദേശം, ആ സന്ദേശം പകർത്തുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിനുവേണ്ടി ആവണം നമ്മളുടെ ഈ ഒരു അനുസ്മരണം. അതിനു വേണ്ടി തന്നെയാണ് നമ്മളുടെ അനുസ്മരണം. അദ്ദേഹത്തെ പോലെയുള്ള ഒരു വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നിരന്തരം അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒഴിഞ്ഞുവെച്ച ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ആ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ വായിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഇങ്ങനെ തരിച്ചു പോകും. അങ്ങനെയുള്ള ഒരു ഭാര്യയും അതേപോലെയുള്ള 3 മക്കളെയും അള്ളാഹു അദ്ദേഹത്തിന് നൽകി. പക്ഷേ അള്ളാഹു അദ്ദേഹത്തെ നേരത്തെ തിരിച്ചു വിളിച്ചു എന്നത് ഞാൻ കഴിഞ്ഞ വർഷത്തെ അനുസ്മരണത്തിൽ ഇവിടെ പങ്കുവച്ചിരുന്നു. കാരണം ഗസയിലത്തെ ആ ഒരു കുട്ടികളെ അടക്കം ബോംബിട്ട് കൊല്ലുന്ന ഒരു അന്നത്തെ ദിവസമാണ് യഥാർത്ഥത്തിൽ അള്ളാഹുലേക്ക് യാത്രയായത്. ഞാൻ അവിടെ പരാമർശിച്ചത് ഗസയിൽ നിന്ന് സ്വർഗത്തിലേക്ക് പാറിപ്പറന്ന കുഞ്ഞുങ്ങൾക്ക് കൂട്ടായി അവരെ കളിപ്പിക്കാൻ, അവരെ കൂടെ നിൽക്കാൻ, അവർക്ക് ഏറ്റവും നല്ല ചങ്ങാതിയായി ഒരാളെ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോയതാണ് യഥാർത്ഥത്തിൽ മിസ്ഹബ് എന്ന് ഞാൻ അന്ന് കഴിഞ്ഞ യോഗത്തിൽ പറഞ്ഞിരുന്നു. ഇപ്പോഴും നമുക്ക് അത് നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഈ അർത്ഥത്തിൽ ഞാൻ ലൈഫ് ട്യൂണിന്റെ പ്രവർത്തകരോടും അതിന്റെ ഭാരവാഹികളോടും പറയുന്നത്, മിസ്ഹബ് ഇരിക്കൂറിന്റെ പേരിൽ ഒരു വിദ്യാഭ്യാസ അവാർഡ് അദ്ദേഹത്തിന് നൽകുവാനുള്ള ഒരു ഇതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതം വളരെ കൃത്യമായി ഒപ്പിയെടുക്കുന്ന, അദ്ദേഹത്തിന്റെ ഇരിക്കൂറിൽ നിന്ന് തുടങ്ങി ഡൽഹിയിലെത്തി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് ആൾക്കാരുടെ അനുഭവങ്ങൾ, ഏറ്റവും നല്ല മനുഷ്യനായി, ഏറ്റവും നല്ല സഹോദരനായി, ഏറ്റവും നല്ല സുഹൃത്തായി, ഏറ്റവും നല്ല രക്ഷിതാവായി, ഏറ്റവും നല്ല ഭർത്താവായി, ഏറ്റവും നല്ല സാമൂഹിക പരിഷ്കർത്താവായി ഒക്കെ മുന്നിൽ നടന്ന ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം നമ്മുടെ യൗവനത്തിൽ യുവാക്കൾക്ക് കൂട്ടാവുന്ന രീതിയിൽ പ്രസിദ്ധീകരിക്കാൻ ലൈഫ് ട്യൂണിൽ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ എല്ലാ കർമ്മങ്ങളും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മൾ സംസാരിക്കുന്നത് ഡോക്ടർ മിസ്ഹബ് ഇരിക്കൂറിനോടൊപ്പം സ്കൂൾ കാലത്ത് പഠിക്കുകയും നല്ല ബന്ധം പുലർത്തുകയും ചെയ്ത പോലീസാണ്. അദ്ദേഹത്തെ അതോടും സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. ഡോക്ടർ മിസ്ഹബ് ഇരിക്കൂറിനെ കുറിച്ച് ലൈഫ് ട്യൂൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ NM സാലിഹ് രചിച്ച ഒരു കവിത ആലാപനമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ മിസ്ഹബിന്റെ അനുസ്മരണ പരിപാടി സംബന്ധിക്കുന്ന എല്ലാ സഹോദരന്മാർക്കും ആദ്യം ദൈവത്തിന്റെ കരുണാകടാക്ഷം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മിസ്ഹബിനെ കുറിച്ച് സംസാരിക്കാൻ നിന്നതിനാൽ എൻ്റെ ശബ്ദം 1 വർഷം തികഞ്ഞ് ഇടറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംസാരം ഇപ്പോഴും പൂർത്തിയാക്കാൻ കഴിയാറില്ല.
ചിലപ്പോൾ പലയിടങ്ങളിൽ നിന്ന് മിസബിനെ അനുസ്മരിച്ചിട്ട് ആരെങ്കിലും സംസാരിക്കുമ്പോൾ കണ്ടങ്ങൾ ഇടറാറുണ്ട്. അതുകൊണ്ട് തന്നെ മിസബിന്റെ സ്മരണികൾക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കവിതയാണ്. അത് പൂർത്തിയായിട്ടില്ല, ഇതിൽ നിർത്തിയിട്ടാണുള്ളത്. അത് മാത്രം ഇവിടെ ഒന്ന് പറയുകയാണ്. സുന്ദര സൗകുമാര്യത്തിൻ പരിമളമേ, സാകല്യത്തിൻ സ്വാഭിമാന ചന്താമരേ. സുന്ദര സൗകുമാര്യത്തിൻ പരിമളമേ, സാകല്യത്തിൻ സ്വാഭിമാന ചന്താമരേ. സൃഷ്ടാവിൻ സുഗത തീരത്തണഞ്ഞവനെ, സ്വർഗീയ സുഖസുഷ്ടിയിലാക്കണമേ. സൃഷ്ടാവിൻ സുഹൃത തീരത്തണഞ്ഞവനെ, സ്വർഗീയ സുഖസുഷ്ടിയിലാക്കണമേ. വിവര വിജ്ഞാന വിഹായസിൻ വിപ്ലവമേ, വിനയ വീക്ഷണ വീരത്തിൻ താരകമേ. വിവര വിജ്ഞാന വിഹായസിൻ വിപ്ലവമേ, വിനയ വീക്ഷണ വീരത്തിൻ താരകമേ. വിസ്മയ ജീവിത ലാളിത്യത്തിൻ നിഷ്കർമ്മിയെ, വിശ്വ അധിപന്റെ ചാരത്ത് വിശ്രയിടുക. വിസ്മയ ജീവിത ലാളിത്യത്തിൻ നിഷ്കർമ്മിയെ, വിശ്വ അധിപന്റെ ചാരത്ത് വിശ്രമിച്ചിടുക. മായിക മാമാങ്ക വലയത്തിൻ ദംസകനെ, മറക്കില്ല മായില്ല നിന്നോർമ്മകൾ ഞങ്ങളിൽ. മായിക മാമാങ്ക വലയത്തിൻ ദംസകനെ, മറക്കില്ല മായില്ല നിന്നോർമ്മകൾ ഞങ്ങളിൽ. മൃത്യുവിൽ മാലോകൾ തെൻ മാതൃകാ നാമമേ, മിസബ് നിൻ മരണമാണ് പാഠപുസ്തകം. മൃത്യുവിൻ മാലോകർ തൻ മാതൃകാ നാമമേ, മിസബ് നിൻ മരണമാണ് പാഠപുസ്തകം. മൃത്യുവിൻ മാലോകത്തൻ മാതൃകാ നാമമേ, മിസ്ഹബ് നിൻ മരണമാണ് പാഠപുസ്തകം. മിസ്ഹബ് നിൻ മരണമാണ് പാഠപുസ്തകം. ഓക്കെ, താങ്ക് യു. ഓക്കെ, അടുത്തതായി നമ്മോട് സംസാരിക്കാൻ വേണ്ടി ഡോക്ടർ മിസബിരിക്കുവിന്റെ സഹപാഠി പ്രവീൺ പോലീസിനെ അതോടും ക്ഷണിക്കുന്നു. പ്രവീൺ സാർ, താങ്കൾക്ക് മ്യൂട്ട് ആയിട്ടുണ്ട്, അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ലേ? എല്ലാവർക്കും നമസ്കാരം. ഞാൻ മിസബിന്റെ കൂടെ 2002 കൂടാളി സ്കൂളിൽ പഠിച്ചതാണ്. അന്ന് തന്നെ ഏറ്റവും സൗമ്യനായ, നമുക്കൊക്കെ ഒരു റോൾ മോഡലാക്കാൻ പറ്റിയ ഒരാളായിരുന്നു മിസബ്. അവന് കാര്യത്തിലായിരുന്നു അവന് താല്പര്യം. നാടകം അതുപോലുള്ള പരിപാടികളാണ് അവന് താല്പര്യം ഉണ്ടായിരുന്നത്. നാടകത്തിൽ അഭിനയിക്കുക അതുപോലെയായിരുന്നു. നമ്മൾ കായികപരമായിട്ടുള്ളതായിരുന്നു നമ്മളെ ഫീൽഡ്. അപ്പോ നമ്മൾ 2002 ശേഷം ഫേസ്ബുക്കിൽ കുറച്ച് ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം 2020 അവനൊരു മെസ്സേജ് അയക്കുന്നത്, നമുക്കൊരു SLCയുടെ റീയൂണിയൻ വേണം എന്ന് പറഞ്ഞുകൊണ്ട്. അന്ന് അവൻ തന്നെ അവൻ തന്നെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. കൂടാവുന്ന മുഴുവൻ ആളുകളെയും അവൻ ചേർത്ത് നിർത്തി തന്നെ ഉണ്ടായിട്ടായിരുന്നു. പിന്നീടായിരുന്നു നമ്മൾ 3-4 വീട്ടിൽക്കൂടൽ കല്യാണം, എൻ്റെ വീട്ടിൽക്കൂടൽ അടക്കം ഉണ്ടായിട്ട് എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കൂടുതൽ ഇടപെടുന്നത് ഒരു 15 വയസ്സ് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് ഒരു 30-32 വയസ്സിന് ശേഷമാണ് നമ്മൾ കാണുന്നത്. അന്നാമത എന്ന് പറയുന്നത് അവന്റെ അക്കാദമിക് ലെവലുള്ള ഒരു പക്വത അവൻ അവിടെയും നമ്മളോട് കാണിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യൻ സാധാരണക്കാരൻ എങ്ങനെ കാണുന്നു എന്നത്
എനിക്കൊരു അത്ഭുതത്തോടു കൂടി ഞാൻ നോക്കിയൊരു മനുഷ്യനാണ് മിസ്റ്റബ്. എന്റെ അതേ പ്രായമാണെങ്കിൽ പോലും നമ്മൾ കാണുന്നതിനേക്കാളും കൂടുതൽ മനുഷ്യനെ എങ്ങനെ മനസ്സിലാക്കണമെന്ന് കണ്ട ഒരു വ്യക്തിയാണ് മിസ്റ്റബ്. വളരെ കുറച്ച് സമയം മാത്രമേ, ഒരു 5-6 പ്രോഗ്രാമിന് മാത്രമേ നമുക്കധികം കണ്ടക്ട് ചെയ്ത് നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു മിസ്റ്റബുമായിട്ട്. വലിയൊരു നഷ്ടമായിരുന്നു അത് തന്നെ പറയാം. അവന്റെ ഓരോ വാക്കുകളും അവൻ പറഞ്ഞതും എല്ലാം എല്ലാവരും ചേർന്ന് നിൽക്കണം, മനുഷ്യൻ മനുഷ്യനായിട്ട് നിൽക്കണം എന്ന രീതിയിലുള്ളൊരു സംസാരവും അത് തന്നെയായിരുന്നു. എല്ലാവരും ചേർത്തിട്ട് വലിയൊരു പരിപാടി കൂടാളി സ്കൂളിൽ വെച്ച് നടത്തണം എന്നതായിരുന്നു അവന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. നമ്മളെല്ലാരും കൂടിയുള്ളൊരു പരിപാടി. കുറെ ആള് ഗൾഫിലായിരുന്നു, അങ്ങായിരുന്നു. പിന്നെ നമുക്ക് മുന്നിൽ പറഞ്ഞത് കുറച്ചും കൂടി അടുത്തുള്ള പഴയാളും പറയുന്നത് കേട്ടിട്ടുണ്ട്. മിസബിൽ ഒരാൾ പോലും, പരിചയപ്പെട്ട ഒരാൾ പോലും മോശം പറയാത്ത ഒരു വ്യക്തിത്വമായിരുന്നു അത്. അവന്റെ ഭാര്യ ചെയ്ത പല വാക്കുകളും ഉണ്ടായിട്ടുണ്ട്. ഒരു ജീവിതത്തിൽ ഒരു മനുഷ്യൻ അങ്ങനെയുണ്ട്. അതിൽ 1-2 കാര്യങ്ങൾ നമ്മൾ കുറച്ചാള് കളിയാക്കിക്കൊണ്ട് അവനോട് പറഞ്ഞു. അവനൊരു ഭക്ഷണം കഴിക്കാനിരുന്നാൽ അവന്റെ കയ്യിൽ ഒരു ഇതില്ലാണ്ട് അവൻ ഭക്ഷണം കഴിക്കും. അത് ഞാനും എന്റെ 2-3 ഫ്രണ്ടും കൂടി അവനോട് മുഖത്ത് നോക്കി കളിയാക്കിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവന്റെ ആറ്റിറ്റ്യൂഡ് അതായിരുന്നു. അങ്ങനെ തന്നെ പറയുമ്പോൾ ഭയങ്കര നഷ്ടമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. ഒരു രാവിലെ ഒരു ജർമ്മനിയുള്ള ഒരു സുഹൃത്താണ് എന്നെ വിളിച്ചു പറഞ്ഞിട്ട് മിസബിന് എന്തോ അപകടം പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോ ഞാൻ ഫേസ്ബുക്കിലിട്ട് അവരെ ഫോൺ വിളിച്ചു, എനിക്കറിയാത്ത ഒരാളെയാണ് ഫോൺ അടിച്ചിട്ടാണ് ഞാൻ അറിയുന്നത്. അപ്പോ അന്ന് എനക്കവിടെ വരാൻ പറ്റിയില്ല. 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ അവന്റെ വീട്ടിൽ പോയത്. അവിടെ പോയപ്പോ ഒരു അവന്റെ കുടുംബത്തിൽ തന്നെ പ്രായമായ ആള് വരെ, അവന്റെ പകുതി പ്രായമുള്ളവർ വരെ അവൻ പറയുന്നതാണ് ഞങ്ങളൊക്കെ കേട്ടിരുന്നത് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അവൻ എത്രത്തോളം ഒരു കുടുംബത്തെയും ഒരു നാടിനെയും ഒരു വീടിനെയും കൊണ്ടുപോയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം അതാണ്. ഇനി നമുക്ക് പറയാനുള്ള സുലേഖ ഉണ്ടായിട്ടുണ്ട്, അവരുടെ വൈഫ് ഉണ്ടായിട്ടുണ്ട്, അതിന് മക്കളുണ്ടായിട്ട്. ഇനി നമുക്കൊക്കെ പറയാൻ പറ്റണം, അവരെ മക്കൾ വലിയ നിലയിലെത്തുമ്പോൾ മിസബിന്റെ മക്കളാണ്, എന്റെ കൂട്ടുകാരന്റെ മകനാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് അവർ വളരുമ്പോൾ നമുക്കും അതിനോട് ചേർന്ന് നിൽക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അമ്മക്കും അവന്റെ ഭാര്യക്കും ഇരുവരുന്ന ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നേ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകും. അവര് വലിയവരായി എത്തും. മിസബിനെക്കാട്ട് വലിയ രീതിയിൽ സ്വഭാവം കൊണ്ട് ആടെ എത്തുക, വിദ്യാഭ്യാസം കൊണ്ട് അതിന് മുകളിൽ അവർക്ക് എത്താൻ പറ്റട്ടെ എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ. ഓക്കെ. താങ്ക് യു പ്രവീൺ. അടുത്തായി നമ്മോട് സംസാരിക്കാൻ വേണ്ടി നുജൈൻ പി.കെ. നുജൈൻ, താങ്കളുടെ ഐഡിയ ഒന്ന് പറഞ്ഞായിരിക്കും. നുജൈൻ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട് തോന്നുന്നു. എം ദാവൂദ്, എഡ്യൂക്കേറ്റർ, ഫൗണ്ടർ ഹാപ്പി ജീനിയസ്, നമ്മുടെ അടുത്തായി മിസ്റ്റർ വിരിക്കോടിന്റെ ഓർമ്മകളായി വരും. വിളിക്കുന്ന ആളുകളൊന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ നന്നായിരിക്കും. ദാവൂദ്, അടുത്തതായി മിസ്റ്റർ വിരിക്കോടിനോടൊപ്പം കോളേജ് വിദ്യാഭ്യാസ കാലം മുതൽ ഒന്നിച്ച് ഇടപെടുകയും മിസ്റ്റർ വിരിക്കൂറിനെ കൂടുതൽ അടുത്തറിയുകയും ചെയ്ത സ്വാലിഹ് ടി വി മാധ്യമ സബ് അദ്ദേഹത്തെ ആദരപൂർവ്വം സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. സ്വാലിഹ്, ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ? ഓക്കെ.
മിസ്സബിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങളൊക്കെ റഹീം സാഹിബ് കോളേജ് കാലത്തുള്ള ഞങ്ങളുടെ സുഹൃത്തായിരുന്നു, പൊതുവായ ഒരു സുഹൃത്തായിരുന്നു റഹീം ഖാൻ, ഇസഡ് റഹീം. അദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞു. പിന്നെ കുടുംബപരമായിട്ട് പറയാനുള്ള കാര്യങ്ങൾ ഷഫീഖ് ഒരുപാട് സംസാരിച്ചു കഴിഞ്ഞു. ഇപ്പോ പിന്നെ പൊതുവായിട്ട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ മിസബിന്റെ ഒരു യുണീക്ക് സെല്ലിംഗ് പോയിന്റ് ആയിട്ട് ഒരു USP ആയിട്ടുണ്ടായിരുന്നത് കാപട്യമില്ലാത്ത ഒരു മനസ്സായിരുന്നു. എന്തിലും ആത്മാർത്ഥമായിട്ട് ഇടപഴകുന്ന, ഏറ്റെടുത്ത കാര്യങ്ങൾ പൂർണ്ണതയോടുകൂടി പൂർത്തീകരിക്കാൻ പ്രയത്നിക്കുന്ന ഒരാളായിരുന്നു മിസബ്. അതിന് പലപ്പോഴും വലിയ വിലയും കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ഏറ്റെടുത്ത കാര്യങ്ങൾ പിന്നെ കാപട്യമില്ലാതെ ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി ചെയ്തതിന്റെ പേരിൽ വലിയ വിലയും കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോ പിന്നെ നമ്മൾ ഈ അടുത്ത് കണ്ട പോലെ മനാഫിന്റെ ലോറി ഉടമ മനാഫിന്റെ കാര്യങ്ങളില് ഒരു മനുഷ്യനോട് ഏറ്റവും മാനവികമായിട്ട് ഇടപഴകുക എന്നുള്ളതായിരുന്നു അവന്റെ ഏറ്റവും വലിയ പോളിസി. അപ്പോ ഇയാള് വില കൊടുത്തതുപോലെ ഇയാളെ നേരിട്ട പ്രശ്നങ്ങൾ പോലെ പല കാര്യങ്ങളിലും മിസവും പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വില വെക്കാറുണ്ടായിരുന്നില്ല. അവന് ഏത് കാര്യത്തിനാണ്, ഏത് പോസ്റ്റിനാണോ നിലകൊണ്ടത് അത് പൂർത്തീകരിക്കുന്നതുവരെ, അത് അംഗീകരിക്കുന്നതുവരെ അവൻ അതിനു വേണ്ടിയിട്ട് മെനക്കെട്ട് പ്രയത്നിച്ചിരുന്നു. പിന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ പരിമിതികളിലേക്ക് നോക്കാതെ സാധ്യതകളിലേക്ക് നോക്കുന്ന ആളായിരുന്നു മിസ്സബ്. നമ്മുടെ ചുറ്റോട്ടം നമുക്കിപ്പോ നമ്മളൊരു പ്രശ്നം വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ ഒരു പിന്നെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരുമ്പോൾ നമ്മൾ ആദ്യം നോക്കുക, പൊതുവെ ഞാനൊക്കെ എന്റെയൊക്കെ പേഴ്സണൽ കാര്യത്തിൽ നമ്മൾ നോക്കുക എന്തൊക്കെ ഒഴികഴിവുകളുണ്ട്, എന്തൊക്കെ പിന്നെ പരിമിതികൾ ഉണ്ട് എന്നുള്ളതായിരിക്കും നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക. പക്ഷെങ്കിലും മിസ്സബ് ആദ്യം ശ്രദ്ധിക്കുക പിന്നെ എന്തൊക്കെ സാധ്യതകൾ ഉണ്ട് എന്നുള്ളതായിരുന്നു. അത് പഠനത്തിന്റെ കാര്യത്തിലായാലും ശരി, സാമ്പത്തികമായാലും ശരി, സമയത്തിന്റെ കാര്യത്തിലായാലും ശരി, ഭാഷ, പിന്നെ എന്ത് പ്രശ്നമാണെങ്കിലും പിന്നെ അവൻ അതിൽ സാധ്യതകളിലേക്കായിരുന്നു നോക്കുക. ഇപ്പോ മിസ്സബിന്റെ മുന്നിൽ തന്നെ പഠനത്തിന്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ സാധാരണ ഒരു കുടുംബത്തിലുള്ള വേറെ മിസ്സബിന്റെ അതേ പശ്ചാത്തലമുള്ള വേറൊരാളായിരുന്നെങ്കിൽ പഠനം എന്നോ ഉപേക്ഷിച്ചിട്ടുണ്ടാവും. ഒരു 10th കഴിഞ്ഞിട്ട് തന്നെ പഠനം ഉപേക്ഷിക്കേണ്ട ഒരു പിന്നെ ഇതായിരുന്നു സാമ്പത്തികമായിട്ടുള്ളത്. പക്ഷെ പിന്നെ അവൻ അതിനെ അതിജയിച്ച് പിന്നെ സാമ്പത്തിക പ്രശ്നമില്ല എന്നുള്ളത് നിലനിലാക്കി. പിന്നെ സമയം അവന്റെ പിന്നെ ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ കൂട്ടത്തിൽ ഒരു പിന്നെ 90% ആൾക്കാരും തൊഴിലിലേക്ക് മാറി. കാരണം പിന്നെ കുടുംബത്തിന്റെ ഭാരമൊക്കെ ഏറ്റെടുത്ത് നല്ലത്. അല്ലെങ്കിൽ മിസ്സബ് എന്ത് ചെയ്യുന്ന വെച്ചാൽ പഠനത്തിന്റെ ഒപ്പം തന്നെ കുടുംബത്തിന്റെ ഭാരം മീറ്റ് ചെയ്യാനുള്ള അവനെ കൊണ്ടാവുന്നത്, നേരത്തെ മുസ്ലിം എന്നല്ലേ പറഞ്ഞ പോലെ അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലൊക്കെ അവൻ പിന്നെ ജോലി ചെയ്തിട്ടും പ്രയാസങ്ങൾ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് പഠനത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തു. പിന്നെ ഗൈഡ് ചെയ്യാനൊരു പിന്നെ നല്ലൊരാള് അവന്റെ മുന്നിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ അവൻ കിട്ടിയവരെയൊക്കെ ഗൈഡാക്കി. എവിടെയൊക്കെ പിന്നെ ആൾക്കാരുടെ നിന്ന് വിവരവും പിന്നെ വിദ്യാഭ്യാസവും അങ്ങോട്ടേക്ക് മുന്നിലോട്ടുള്ള വഴി തെളിയിക്കാൻ ആരൊക്കെ പറ്റുമോ അവരെയൊക്കെ അവൻ പിടിച്ച് മുന്നിൽ നിർത്തിയിട്ട് അവരോട് കാര്യങ്ങൾ അന്വേഷിച്ചറിഞ്ഞിട്ട് അവൻ മുന്നോട്ട് പോയി. പിന്നെ അവൻ പറഞ്ഞുകൊണ്ടിരുന്ന വേറൊരു കാര്യം, നമ്മൾ കാണാൻ പറ്റുന്നതിൽ നമ്മളൊക്കെ സാധാരണ നമ്മളെ കൊണ്ട് സാധ്യമാവുമെന്ന് കരുതുന്ന ഏറ്റവും ചെറിയ സ്വപ്നങ്ങളായിരിക്കും കരുതുക. ഞാനിപ്പം ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ ഏതെങ്കിലും ഒരു PG ഡിപ്ലോമ ചെയ്യണം എന്നുള്ളതായിരുന്നു എന്റെ ആഗ്രഹം. ജേർണലിസ്റ്റ് ആവണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഞാൻ ചെയ്തിരുന്നത്, എന്റെ ഏറ്റവും വലിയ ടാർഗറ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു PG ഡിപ്ലോമ ചെയ്ത് ജേർണലിസം ചെയ്യാന്നുള്ളതായിരുന്നു. അപ്പൊ മിസ് എന്നോട് പലതവണ പറയുന്നു, നീ ഡിപ്ലോമ സ്വപ്നം കാണരുത്, നീ മിനിമം ഒരു ഡിഗ്രി, ഒരു പിന്നെ PG ഡിഗ്രിയിലേക്ക് സ്വപ്നം കാണുമെന്ന് പറയുന്നത്. അപ്പോ പിന്നെ ഞാൻ കേരളത്തിൽ പഠിക്കാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പൊ മിസ് പറയും, കേരളത്തിൽ ഒരു കാരണവശാലും പഠിക്കാൻ പറ്റരുത്, നമുക്കൊരു പിന്നെ നാഷണൽ യൂണിവേഴ്സിറ്റി, അറ്റ്ലീസ്റ്റ് ഒരു തമിഴ്നാട്ടിലേക്കുള്ള ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടെങ്കിലും പിന്നെ പോകാൻ ആഗ്രഹിക്കണം. എന്നാലേ പിന്നെ നമുക്കൊരു അക്കാഡമിക് വളർച്ച ഉണ്ടാവുന്നത്. എല്ലാ കാര്യത്തിലും നമുക്കൊരു മനുഷ്യസാധ്യമായ പിന്നെ കാര്യങ്ങളെ മനുഷ്യസാധ്യമായതിന്റെ ഏറ്റവും ടോപ്പ് ലെവലിലുള്ള കാര്യം ആലോചിക്കാനായിരുന്നു അവൻ പിന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ എല്ലാവർക്കും പ്രേരണ നേരത്തെ ഷഫീഖായിരുന്നു എന്ന് സൂചിപ്പിച്ചത്. പഠിക്കണം എന്ന് ആഗ്രഹമുള്ള, പഠിക്കാനുള്ള ത്വര, മിസ്സുമായിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ അങ്ങേയറ്റത്തെ ഒരു എനർജി
പ്രസരിപ്പിക്കുക വരും. പിന്നെ ഞാൻ ആഗ്രഹിച്ചതുപോലെ അവന്റെ നേരത്തെ മൂസിൻ എംഎൽഎയും പിന്നെ സലിബിൻ സാഹിബൊക്കെ പറഞ്ഞതുപോലെ മുസ്തഫിന്റെ ജീവിതം ഒരു പുസ്തകമാക്കി വരും തലമുറക്കുള്ള പിന്നെ ഒരു പാഠപുസ്തകമാക്കി മാറ്റാനുള്ള പ്രയത്നത്തിലാണുള്ളത്. മുസ്തഫിന്റെ വൈഫ് സുലൈഖ പത്രാധിപയായിട്ട് അതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കും. ഇൻഷാ അല്ലാഹ് അധികം വൈകാതെ തന്നെ അത് വെളിച്ചം കാണാൻ പറ്റുന്ന പ്രതീക്ഷിക്കുകയാണ്. പിന്നെ അള്ളാഹു അദ്ദേഹത്തിന്റെ ബർസഖിയായ ജീവിതം പൂർണ്ണ അനുഗ്രഹം ചൊരിയട്ടെ, സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു. അസ്സലാമു അലൈക്കും. അടുത്തായി നമ്മോട് സംസാരിക്കാൻ വേണ്ടി ഫാസിൽ അബ്ദുവിന്റെ ഐഡിയ എന്താണ് പറഞ്ഞു. ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തോ. ഇനി നമ്മുടെ ഏകദേശം പ്രധാനപ്പെട്ട ആളുകളെല്ലാം പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമയവും നമുക്ക് 11 മണിയായിട്ടുണ്ട്. ഇനി ഉദ്ദേശിക്കുന്നത് വിശ്വവിധിക്കുറുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ അയവിറക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഹാൻഡ് റൈസ് ചെയ്യുക. അവർക്ക് പറയാനുള്ള അവസരം തരുന്നതായിരിക്കും. ഹാൻഡ് റൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? റമീസ് കൂടാരി ലൈനിലുണ്ടോ? അടുത്ത സംസാരിക്കാൻ വേണ്ടി ജംഷീറ ടി കെ ക്ഷണിക്കുകയാണ്. ടോണിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജംഷീറ ടി കെ. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ജംഷീറ കേൾക്കുന്നുണ്ടല്ലോ? മ്യൂട്ടായി. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അടുത്തതായി സംസാരിക്കാൻ വേണ്ടി ലെഫ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടറും ഇന്റർനാഷണൽ ട്രെയിനറുമായ റാഹിന മൊയ്തീനെ ക്ഷണിക്കുകയാണ്. റാഹിന, ഓക്കെ.
ഹായ്, ഓക്കെ ഓക്കെ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ഡോക്ടർ മിസ്ഹബ് അനുസ്മരണ ചടങ്ങില് പങ്കെടുക്കാൻ എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ട ലൈഫ് ട്യൂൺ ഭാരവാഹികൾക്ക് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ എന്നും മനസ്സിനെ വേദനിപ്പിക്കുന്ന, ഹൃദയത്തെ തൊട്ടറിഞ്ഞ ഒരു സഹോദരനെ പോലെ കൂടെ ഉണ്ടായിരുന്ന ഡോക്ടർ മിസ്ഹബിനെ നമുക്ക് മറക്കാൻ പറ്റില്ല. ജീവിതത്തിന്റെ ഏതൊരു കാലഘട്ടത്തിലും നമ്മുടെ മനസ്സിലൊരു നീറുന്ന വേദനയായി ആള് നമ്മുടെ കൂടെ ഉണ്ടാകും. ഈ ഒരു ചടങ്ങില് സംസാരിക്കുക എന്നത് എന്നെ സംബന്ധിച്ച് വളരെ വിഷമകരമായ ഒരവസ്ഥയാണ്. കാരണം മിസ്ഹബിനെ ഓർക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് വരിക കിലയിലെ മാപ്പിന്റെ ലാസ്റ്റ് ദിവസം ഞങ്ങളുടെ കൂടെ ശരിക്കും മാപ്പിന് പങ്കെടുക്കേണ്ട വ്യക്തിയായിരുന്നു. പക്ഷെ മറ്റു ചില തിരക്കുകൾ കാരണം ആള് ആ ഒരു മാപ്പിൽ പങ്കെടുക്കാൻ ആൾക്ക് പറ്റിയില്ല. പക്ഷെ അവസാനത്തെ ദിവസം നമ്മൾ എല്ലാവരെയും കാണാൻ വേണ്ടി ആളവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതായിരുന്നു അവസാനമായി ഡോക്ടർ മിസ്ഹബിനെ കണ്ട ദിവസം. മനസ്സിലെ മായാത്ത ഓർമ്മയായി ആ ഒരു യാത്ര പറച്ചില് ഇനി ജീവിതത്തിൽ ഒരിക്കലും കണ്ടുമുട്ടാത്ത യാത്ര പറച്ചിലായിരിക്കുമെന്നൊരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ മറ്റുള്ളവരുടെ മനസ്സില് ഒരായുഷ്കാലം മുഴുവൻ നിലനിൽക്കുന്ന അടയാളപ്പെടുത്തലുകള് ഒരുപാട് നൽകിയിട്ടാണ് മിസ്ഹബ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. പ്രിയപ്പെട്ട ഭാര്യയുടെ എഴുതിയ ലേഖനങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. മനസ്സിനെ തൊട്ടറിയുന്ന, പ്രിയപ്പെട്ടവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്നും മുന്നോട്ടേക്ക് പോകുന്ന ഓരോ ഓർമ്മകളും ഇന്നൊരു ജീവിതത്തിലെ നാഴികക്കല്ലായി കരുതി മുന്നോട്ടേക്ക് പോകുമ്പോൾ എന്നും മുന്നോട്ടേക്ക് പോകാനുള്ള ധൈര്യം കൊടുത്തുകൊണ്ടാണ് ആൾ ഈ ലോകത്തോട് വിട പറഞ്ഞത്. പ്രിയപ്പെട്ട മക്കൾ മിസ്ഹബിന്റെ ഓർമ്മയ്ക്ക് മുന്നിൽ ധീരരായി വളർന്ന് ജീവിതത്തിൽ ഏറ്റവും വലിയ പടവുകൾ ചവിട്ടിക്കയറാനുള്ള അനുഗ്രഹം അവർക്ക് കൊടുക്കട്ടെ. അതുപോലെ നമ്മുടെ ലൈഫ് ട്യൂണിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരുന്ന ഡോക്ടർ മിസ്ഹബ് നമ്മൾ 1-2 ക്യാമ്പുകളിൽ ഒരുമിച്ച് ഒരേ സ്റ്റേജ് പങ്കിട്ടിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത പുഞ്ചിരിയുമായി എല്ലാവരുടെ മനസ്സിലേക്കും കടന്നു വരുന്ന, ഹൃദയത്തിന്റെ അടിത്തട്ടിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഒരു ബന്ധം സ്ഥാപിക്കുന്ന വ്യക്തിയായിരുന്നു. ഈ ഒരു ചെറിയ ജീവിത കാലഘട്ടം കൊണ്ട് തന്നെ താൻ ഇവിടെ ജീവിച്ചിരുന്നതിന്റെ തെളിവുകൾ ഇവിടെ ഉണ്ടാക്കിയെടുത്തുകൊണ്ടാണ് ആള് മറിഞ്ഞു പോയത്. സർവശക്തൻ പരലോകത്ത് സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുത്ത്, അതുപോലെ തന്നെ നാളെ ജീവിതത്തിൽ എല്ലാവർക്കും അവിടെ സന്തോഷത്തോടുകൂടി പരലോകത്തെത്തിയാൽ കണ്ടുമുട്ടാനുള്ള ഇടവരുത്തട്ടെ. ആമീൻ. അതുപോലെ തന്നെ അദ്ദേഹം നൽകിയ, ഈ സമൂഹത്തിന് നൽകിയ, കുടുംബത്തിന് നൽകിയ ഓരോ ഉപദേശങ്ങളെല്ലാം, ഓരോ കാര്യങ്ങളും എന്നും ജീവിതത്തിൽ അവർക്ക് പകർത്താനും മുന്നോട്ടേക്ക് നടക്കാനുള്ള ഒരു ശക്തമായ ഒരു പാതയായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ, അതുപോലെ ലൈഫ് ട്യൂണിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും മിസ്ഹബിന്റെ ഒരു അദൃശ്യമായ കരങ്ങൾ ഉണ്ട് എന്ന വിശ്വാസത്തോടു കൂടി എന്നും ജീവിതത്തിൽ നമുക്ക് അദ്ദേഹത്തെ ഓർമ്മിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം എന്ന പ്രാർത്ഥനയോടുകൂടി. താങ്ക് യു ഓൾ. നമ്മുടെ ഈ ഒരു അനുസ്മരണ സംഗമം അവസാനത്തിലേക്ക് കടക്കുകയാണ്. അടുത്തതായി നമ്മോട് സംസാരിക്കാൻ വേണ്ടി മിസ്റ്റർ വിരിക്കോറുമായി കൂടുതലായി
ഐഡിയൽ കോളേജ് ഉളിയിൽ പ്രിൻസിപ്പളായ സമയത്ത് കൂടുതൽ ഇടപെടുകയും കൂടുതലായി യാത്രകൾ ചെയ്യുകയും ചെയ്ത ഇബിനുസീനയെ ക്ഷണിക്കുകയാണ്. ഇബിനുസീന അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ട്. ഈ ഒരു പരിപാടി വളരെ യാദൃശ്ചികമായിട്ടാണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. മാത്രമല്ല സംഘടനാ ലെവലിലൊക്കെ നമ്മൾ ഈ വിഷയങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യാറുണ്ടായിരുന്നു. അതിലുപരി അദ്ദേഹത്തിന്റെ മരണ ദിവസമാണ് നമ്മൾ ഇന്നലെ YBC എന്ന് പറഞ്ഞിട്ട് സോളിഡാരിറ്റിയുടെ പുതിയൊരു ചുവട് കോഴിക്കോട് നടന്നത്. ഇന്നലെ ആ പരിപാടിയിൽ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹത്തെ ഓർക്കുകയുണ്ടായി. മിസുവുമായിട്ട് ഷഫീഖ് സാഹിബിന് അറിയാം. ഷഫീഖ് സാഹിബൊക്കെ നമ്മുടെ ചെറുപ്പത്തില് ബാലസംഘം മുതൽ നമ്മളെ കൈപിടിച്ച് ഇതിലേക്ക് കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ്. അന്നേ നമുക്ക് ഏരിയ തലത്തിലുള്ള പരിപാടികളൊക്കെ ഇരിക്കൂറാണ് നടക്കാറുള്ളത്. അന്നു മുതൽ മിസ്സബ് എന്റെ മനസ്സിൽ നിറഞ്ഞൊരു വ്യക്തിയായിരുന്നു. ഒന്ന് രണ്ട് കാരണം ഇതിലുണ്ട്. നമ്മൾ വളരെ വീറും വാശിയോട് കൂടിയിട്ടാണ് മത്സരത്തിന് വരാറുള്ളത്. അന്ന് അഥവാ പല രീതിയിലെ മത്സരങ്ങൾ വരുമായിരുന്നു തന്നെ. ഇരിക്കൂറില് കൂരാരി അങ്ങനെയുള്ള കുറെ പ്രദേശങ്ങൾ, അഥവാ നമുക്ക് എപ്പോഴും മത്സരത്തിൽ നമ്മളോട് ശരിക്കും ആ ഒരു രംഗത്ത് മത്സര ബുദ്ധിയോട് കൂടിയും ഒരു ശത്രുത പോലെ നമ്മൾ കാണുന്നൊരു സന്ദർഭത്തില് നമ്മൾ മിസ്സബിന എനിക്ക് ഒന്ന് രണ്ട് പരിപാടികളിൽ മിസ്സബിനോട് സംസാരിച്ചപ്പോൾ, അത് മിസ്സബിനായിട്ട് കണ്ടുമുട്ടിയ സമയത്ത് ഉണ്ടായിരുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, മിസ്സബ് എങ്ങനെയായാലും മിസ്സബ് ചിരിച്ചിട്ട് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. നമ്മൾ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു പ്രായത്തിലൊക്കെ ദേഷ്യ വിമർശമൊക്കെ ഉണ്ടാകുന്ന സമയം, പ്രത്യേകിച്ച് ഞാനൊക്കെ ഭയങ്കര ദേഷ്യക്കാരനാണ്. അന്നേരം മിസ്സബ് എന്നെ വിടാതെ ആകർഷിച്ചത് അദ്ദേഹത്തിന്റെ പുഞ്ചിരിയാണ്. അന്ന് നമ്മൾ ഉണ്ടാക്കിയ ഒരു ബന്ധം സംഘടന സയ്യോവിന്റെ ഒക്കെ ആ സമയത്ത് കൂടെ ഉണ്ടാവുകയും വ്യത്യസ്തമായ ക്യാമ്പുകളിലും പരിപാടികളൊക്കെ പങ്കെടുക്കുമ്പോൾ മിസ്സബിനെന്നും ഞാൻ നോക്കി മിസ്സബിന്റെ കഥ കണ്ടുപിടിച്ചിട്ട് മിസ്സബിന്റെ അടുത്ത് പോകുന്നൊരു ഒരു ആഗ്രഹമായിരുന്നു. മിസ്സബിന്റെ കൂടെ നിൽക്കുക, മിസ്സബിന്റെ കൂടെ നിന്ന് സംസാരിക്കുക എന്നുള്ളത്. അത് അങ്ങനെ പല ഘട്ടത്തിലും ഉണ്ടാകുകയും ഒരു സുപ്രഭാതത്തില് നമ്മുടെ തമ്മിൽ ഒരു വലിയൊരു ഗ്യാപ്പ് ഉണ്ടായി. അദ്ദേഹത്തിന്റെ പഠനവുമായി ബന്ധപ്പെട്ട്, അക്കാദമിക്കുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ വേറെ ലെവലിലേക്ക് പോവുകയും ഞാൻ വേറെ ലെവലിലേക്ക് പോയി. പിന്നീട് ഞാൻ മിസ്സബിനെ കാണുന്നത്, ഞാനൊരു ചെറിയൊരു എഴുത്ത് മിസ്സബിനെ കാണുന്നത് റമദാൻ കളക്ഷനുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂർ നമ്മുടെ ഐഡിയൽ കോളേജുമായി ബന്ധപ്പെട്ട് കളക്ഷൻ പോയ സമയത്താണ്. അന്ന് വിഷന്റെ ഒരു ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട്, വിഷനുമായി ബന്ധപ്പെട്ട് പിന്നെ പരിപാടി നടക്കുന്നതിന്റെ പുറത്ത് മിസ്സബ് ഉണ്ടായിരുന്നു. കാരണം മിസ്സാബുമായിട്ട് ഒരു 1/4 മണിക്കൂറൊക്കെ സംസാരിച്ചു. നമ്മൾ പണ്ട് ചെറുപ്പത്തെ കാര്യങ്ങളൊക്കെ ഒന്നും വിടാതെ മിസ്സബ് എല്ലാം ഇങ്ങോട്ട് തത്ത പറയുന്ന പോലെ പറയാണ്. അത്ഭുതപ്പെട്ടു പോയി. പല കാര്യങ്ങളും മിസ്സബ് പറയും. ഞാൻ മിസ്സബ് ഇതൊക്കെ എങ്ങനെയാ നീ ഓർമ്മിച്ചു വെച്ചത് എന്ന് പറഞ്ഞു. എന്താണെന്നറിയില്ല ബിൻസി, എനിക്ക് അങ്ങനെ ചിലതൊക്കെ നന്നായിട്ട് മനസ്സിൽ നോക്കാണ്ട്. അത് വളരെ സത്യമാണ്. കാരണം ഇപ്പൊ അനുസ്മരിച്ച ആളുകളൊക്കെ പറയുന്ന വർത്തമാനങ്ങൾ യഥാർത്ഥത്തിൽ ഇതൊക്കെ ആരായിട്ട് സംസാരിക്കുന്നു അതൊക്കെ മൂപ്പര മനസ്സിലുണ്ടാവും എന്നത് ഒരു സത്യമായിട്ട് എനിക്ക് തോന്നി. പിന്നീട് എനിക്ക് മിസ്സബിന് അനുഭവപ്പെടുന്നത് അതിനുശേഷം നമ്മളെ ഐഡിയൽ കോളേജിൽ മൂപ്പർ പ്രിൻസിപ്പളായി വന്ന സമയത്താണ്. മൂപ്പർ താമസിച്ചത് എന്റെ വീടുമായി ബന്ധപ്പെട്ട് കുറച്ച് ദൂരം മാത്രമുള്ള സ്ഥലത്തായിരുന്നു. ആ പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എനിക്കൊക്കെ ഇന്നും ഒരു ഇരുട്ടുള്ളൊരു പ്രദേശം പോലെയാണ്. നമ്മളെ ഈ തെല്ലങ്കേരിയിൽ നിന്ന് ഉള്ളോട്ടുള്ളൊരു പ്രദേശം. ആ പ്രദേശത്ത് പോവാന്ന് പറഞ്ഞാൽ തന്നെ റിസ്ക് ആണ്. ആ സമയത്ത് നമ്മള് ഹലോ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. അപ്പൊ ഉള്ളോട്ടുള്ളൊരു പ്രദേശമാണ് ആ പ്രദേശം. പ്രത്യേകിച്ച് എന്റെ നാടായിട്ട് പോലും എനിക്ക് പോലും ഒരു ഇഷ്ടപ്പെടാത്തൊരു പ്രദേശം. അപ്പോ ആ ഏരിയ അങ്ങനെ ആയതുകൊണ്ടാണ്. അവിടെയാണ് മിസ്സബ് താമസിക്കുന്നത്. ഒരിക്കൽ ഞാൻ മിസ്സബിനോട് ഇങ്ങനെ നമ്മുടെ ജില്ലാ സമിതിയുള്ള യാത്രയിൽ ഇങ്ങനെ ചോദിച്ചു, അല്ല മിസ്സബ് നിനക്ക് വേറെ വീട് നോക്കിക്കൂടെ, നീ ആ ഒരു പ്രദേശത്ത് എന്തിനാ നിൽക്കുന്നത്? മാത്രമല്ല ഓളും കുട്ടികളൊക്കെ ഒറ്റക്ക് നിന്ന് ഒരു വണ്ടി ഒരു പിന്നെ വാഹന ആക്സസ് വരെ ഇല്ലാത്തൊരു പ്രദേശമാണല്ലോ, അത് നീ എന്തിനാണ് അങ്ങനെ പോകുന്നത്?
അപ്പൊ പറഞ്ഞ നല്ലൊരു സ്ഥലം വിൻസിക്ക് മനസ്സിലാകത്തോണ്ടാണ്. ഞാൻ പറഞ്ഞു എങ്ങനെയാ അതിനെ നല്ലത് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ ഒരു ആ പ്രദേശത്ത് ഇനി എങ്ങനെയാ നല്ലത് എനിക്ക് തിരിഞ്ഞില്ല എന്ന് പറയും. എന്റെ ഭാഷയിലാണ് ഞാൻ മൂപ്പരോട് സംസാരിക്കുന്നത്. മൂപ്പർ അതിനെ വലിയ സംഭവമായിട്ട് പറയാം. അപ്പൊ ഞാൻ ചോദിച്ചു ഇത്രമാത്രം എന്താ അവിടെ ഉള്ളത്. അങ്ങനെ അവിടെ ഒരു ദിവസം ഞാൻ പോയ സമയത്താണ് എനിക്കറിയുന്ന ഒരുപാട് കുടുംബാടുണ്ട്. മിസ്സബിനെ പറ്റി എല്ലാവരും ബാധുവാരാധികം സംസാരിക്കുകയാണ്. മിസ്സബിനെ കുറിച്ചിട്ട് എന്നെ കണ്ടതിനെക്കാട്ട് കൂടുതൽ മിസ്സബിനെ പറ്റി അവർ പറയുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു ഇത്രമാത്രം എന്താണ് മിസ്സബ്. അവർ പറയാം മിസ്സബ് ഓരോ ദിവസം ഇതിൽ പോകുമ്പോഴും ഒരാളെ അല്ലെങ്കിൽ ഒരാളെ അന്വേഷിക്കുക അല്ലെങ്കിൽ അവരോട് സംസാരിക്കുക. അവരോട് സംസാരിക്കാതെ മിസ്സബ് പോവില്ല. അത് എന്ന് പറഞ്ഞാൽ മിസ്സബ് എങ്ങനെയാ അത് ഈ ചെറിയൊരു സമയം കൊണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് കുടുംബത്തിലേക്ക് കയറി ചെന്നുള്ളത് ഒരുപാട് എത്ര ആലോചിച്ചിട്ട് പിടികിട്ടാത്തൊരു സംഗതിയായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടു. പിന്നീട് മിസ്സബിന്റെ സുലൈ എഴുതിയ ചില എഴുത്തുകളൊക്കെ ഞാൻ സാക്ഷിയായ ചില എഴുത്തുകളായിരുന്നു. കാരണം സമിതി കഴിഞ്ഞ് വരുന്ന സമയത്ത് പാതിരാവ് 12-12:30 മണിയെല്ലാം ചില സമയം ആകാറുണ്ട്. അന്ന് മിസ്സബ് ചില സംഗതിയൊക്കെ വായിക്കാനും അത് വായിച്ച് വീട്ടിൽ കൊണ്ടുപോകാനുള്ള സമയത്ത് ഞാൻ ചില മിസ്സബ് എന്താണ് ഈ സമയത്തൊക്കെ ഇതൊക്കെ വായിക്കേണ്ടത്. അപ്പൊ മിസ്സബ് പറഞ്ഞു ഞാൻ എന്ത് കഴിക്കാറുള്ളൂ അതെന്റെ മക്കൾക്ക് ഞാൻ കൊടുക്കാറുണ്ട് എന്നാണ്. ഇപ്പൊ ജീവിതത്തിലെ ചില വിഷയങ്ങളിൽ എന്ന് പറഞ്ഞാൽ കുടുംബ ജീവിതത്തൊക്കെ ചില വിഷയങ്ങളിൽ നോട്ട് ചെയ്യണമെന്ന് സുലൈഖയുടെ എഴുത്തിലൂടെയും മിസ്സബിന്റെ കൂടെയുള്ള യാത്രയിലൂടെയൊക്കെ ഞാനൊക്കെ മനസ്സിലാക്കിയ കാര്യമായിരുന്നു. എന്താണ് തന്റെ കുടുംബത്തോട് ഞാൻ ചെയ്യേണ്ട ചില കാര്യം വളരെ മൈന്യൂട്ടായിട്ട് പോലും നമ്മൾ കാണുന്ന സംഗതിയെ വലിയ സംഭവമായിട്ട് എഴുതി വെച്ചൊരു വ്യക്തിയായിരുന്നു മിസ്സബ് എന്നുള്ളത്. ഞാനും മിസ്സബും തമ്മിൽ ഏകദേശം സെയിമന്റെ ചെറിയൊരു വ്യത്യാസം ഉള്ളെങ്കിൽ തന്നെ മിസ്സബിൽ നിന്ന് ഒരുപാട് പഠിക്കാൻ എന്നെക്കാട് ഒരുപാട് പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പ്രാക്ടിക്കൽ ജീവിതത്തിൽ ഒരുപാട് സംഗതികൾ മിസ്സബ് പറഞ്ഞു വന്നു. രണ്ടാമത്തെ മിസ്സബ് നമ്മുടെ സംഘടനാ ലെവൽ തന്നെ നമുക്കറിയാം. നമ്മളൊക്കെ സംഘടനയിൽ ഒരുപാട് സംഗതികൾ സംഘടന പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് പല സംഗതി ചെയ്യാറുണ്ടായിരുന്നു. പോസ്റ്റർ, നോട്ടീസ്, പല സംഗതികൾ. മിസ്സബ് നമ്മളെ ജില്ലാ പ്രസിഡന്റായ സമയത്ത് മിസ്സബ് എപ്പോഴും എന്നോട് യാത്ര പറയും നമ്മൾ പോസ്റ്റർ തരും വിൻസിത് ഒട്ടിക്കണം, ആരും ഇല്ലെങ്കിൽ എന്നെ വിളിക്കണം, ഇത് നമ്മളൊരു ഹക്കാണത്, അത് ഒട്ടിച്ചില്ലെങ്കിൽ ഞാൻ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്, കാരണം ഞാൻ അതിന്റെ പ്രസിഡന്റാണ്. അപ്പോ മിസ്സബിന് ഒരു സാധനവും മുതലായി വന്ന ഒരു സാധനം മിസ്സബ് ഒരു സ്ഥലത്തും അനാവശ്യമായി കാണുന്ന മൂപ്പർ ഭയങ്കരമായിട്ടുള്ളൊരു ബേജാറാണ്. സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നില്ല. അത് ഞാൻ കണ്ടതില്, ഞാൻ അടിവരായിട്ട് പറയാം, ഞാൻ കണ്ടതില് ഇത്രയധികം സൂക്ഷ്മതയുള്ള ഒരു വ്യക്തിയെ ഞാൻ വെച്ചിട്ട് കണ്ടിട്ടില്ല. ഒരുപാട് ആളുകളാ എന്റെ ഫീൽഡൊക്കെ അത്തരത്തിലുള്ള ഫീൽഡുകളാ, ഒരുപാട് ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്ര സൂക്ഷ്മതയുള്ള ഒരു ചെറുപ്പക്കാരനെ ഞാൻ വെച്ച് കണ്ടിട്ടില്ല. എനിക്ക് കാണുമെന്ന് വെച്ചാൽ എനിക്കത് സംശയമാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടം അങ്ങനെ കാണുന്നത്. ഒരു വിശ്വാസിയെ അല്ലെ ഒരു വ്യക്തിയെ അദ്ദേഹത്തെ കുത്തിവെക്കുന്നത് അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഇടപാടാണ്. ഞാൻ ഇന്ന് വിശ്വസിക്കുന്നത് ആ സാമ്പത്തിക ഇടപാടാണ്. ആ വിഷയത്തിൽ മിസ്സബ് ഒരുപാട് ഉയർന്ന നിലയിലാണെന്ന് സംശയമില്ല. ഗൂഗിൾ പേ ഇല്ല. ഞാൻ പലവട്ടം ചോദിക്കും, നമ്മൾ ബൈത്തുൽമാലിന്റെ സമയത്തൊക്കെ മിസ്സബിനോട് ബൈത്തുൽമാല് ഞാൻ ഏരിയ പ്രസിഡന്റ് അവിടെ ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ മിസ്സബ് പറയും അവിടെ കൊടുക്കും. ഞാൻ എല്ലാ ദിവസം എനിക്ക് ഗൂഗിൾ പേ ആക്കി ഒന്ന് അയച്ചാന്നോടെ, വളരെ സിമ്പിൾ കേസല്ലേ, അത് വേണ്ട മിൻസി. അതുണ്ടാവുമ്പോൾ ഒരുപാട് സംഗതികൾ ഞാൻ പ്ലാൻ ചെയ്ത് വെക്കാറുണ്ട്, കുടുംബജീവിതം അല്ലാതെയും. അതൊക്കെ താളം തെറ്റിപ്പോന്നുള്ളത്. അപ്പൊ ഞാൻ എന്താ മിസ്സബ് അതിനെ അത്രമാത്രം താളം തെറ്റണ്ടേ? യഥാർത്ഥത്തിൽ അത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അറിയാം താളം തെറ്റുന്നില്ല. കാരണം നമ്മൾ വരവ് ചെലവുകൾ കൃത്യപ്പെടുത്തി ജീവിക്കുന്ന ഒരു അപൂർവ മനുഷ്യരിൽ ഒരാളാണ് മിസ്സബ് എന്നുള്ളത്. അതാണ് അദ്ദേഹത്തെ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വലിയ സംഗതിയായി മൂപ്പർ മനസ്സിൽ പതിപ്പിക്കുകയും അത് ജീവിതത്തിലെ ഏതെങ്കിലും കോണിൽ പരസ്പരം ഏറ്റുമുട്ടുന്നത് മൂപ്പർ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മിസ്സബ് ഒരിക്കലും ആയില്ല, ആരനുസ്മരിച്ചാൽ ഇല്ലെങ്കിലും നമ്മളൊക്കെ മനസ്സിൽ അദ്ദേഹത്തിന് കുത്തിവെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വർത്തമാനങ്ങളും ജീവിതവും സംസാരവും ചിരിയും ഒക്കെ അദ്ദേഹം നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്നും ഒരു റോൾ മോഡലായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അള്ളാഹു അദ്ദേഹത്തിന്റെ ആഗ്രഹം വെളിച്ചമായി കൊടുക്കട്ടെ. അതുപോലെ ഒരു മിസ്സബായി ജീവിക്കാൻ പഠിച്ചോൻ നമുക്ക് എല്ലാ വിശാലതയും തരട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. ഈ ഒരു വേദി ഉണ്ടാക്കിയാലും ഈ അവസാന നിമിഷത്തിൽ എനിക്ക് എന്തൊക്കെയോ പറയണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ മൂസിന് ഒരു മെസ്സേജ് അയച്ചേ. അവസരം തന്നതിന് ഇതിന്റെ ഭാരവാഹികൾക്കും ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി നമ്മുടെ ഈ ഒരു അനുസ്മരണ സംഗമത്തില് ഒരു കവിത രചിച്ചിട്ടുണ്ട് നമ്മുടെ പ്രവീൺ സാറിന്റെ വൈഫ് പ്രിയ.
അവര് ഓൺലൈനിൽ എത്തിയോന്നറിയില്ല, ലൈനിൽ എത്തിയെങ്കിൽ ആ കവിത പാടാവുന്നതാണ്. ആർക്കെങ്കിലും ഡോക്ടർ മിസ്റ്റർ ഇരിക്കൂറിന്റെ അനുസ്മരണ സംഗമത്തിൽ നിങ്ങളുടേതായ അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ടെങ്കിൽ പറയാവുന്നതാണ്. നമ്മുടെ ഈ പരിപാടി ഏകദേശം വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ആരെങ്കിലും എത്രയും പെട്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അഫ്ലഹിനെ കാണുന്നുണ്ട്. അഫ്ലഹ് എന്തെങ്കിലും പറയാനുണ്ടോ? അഫ്ലഹ് ചെന്നൈയിലെ മദ്രാസ് യൂണിവേഴ്സിറ്റി പഠിച്ചതാണ്. അൽ അസ്ഹറിൽ പഠിച്ച സമയത്ത് ഉള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാവുന്നതാണ്. അഫ്ലഹ് പറഞ്ഞോളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം അവസാനിപ്പിക്കാൻ പോവുകയാണ്. അതിനിടയിൽ പ്രിയ കടന്നു വന്നാൽ അവരുടെ ആ ഗാനം, ആ ഒരു കവിത ആലാപനം ഉണ്ടാവും. ഈ ഒരു ലൈഫ് ടൂൺ സംഘടിപ്പിച്ച ഡോക്ടർ മിസ്റ്റർ ഇരിക്കൂർ അനുസ്മരണ സംഗമം ഔദ്യോഗികമായി നന്ദി അറിയിക്കാൻ വേണ്ടി ലൈഫ് ടൂണിന്റെ എക്സിക്യൂട്ടീവ് IT വിഭാഗം ഡയറക്ടർ മുസഫറുൽ ഇസ്ലാമിനെ ക്ഷണിക്കുന്നു. എന്റെ വോയിസ് കേൾക്കുന്നില്ലേ? ഉണ്ട്. ഓക്കെ. നമ്മള് ഒരുപാട് നീണ്ടുപോയി. 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. 11:30 മണിയായി. നമ്മുടെ മിസ്സബുക്ക് നമ്മളെ വിട്ടുപോയിട്ട് ഇന്നേക്ക് 1 വർഷം തികയാണ്. മിസ്സബുക്ക് ഇല്ലാത്ത 1 വർഷമാണ് കഴിഞ്ഞു പോയതെന്ന് ചിന്തിക്കാനേ പറ്റുന്നില്ല. കാരണം ഇപ്പോഴും നമ്മുടെയൊക്കെ സാന്നിധ്യത്തിൽ മിസ്സബുക്ക് ഉണ്ട് എന്ന് തന്നെയാണ് തോന്നാറ്. പലപ്പോഴും നമ്മുടെ തീരുമാനങ്ങളിലും കാര്യങ്ങളിലൊക്കെ കരിയറായി ബന്ധപ്പെട്ട ഏതിലും ഇപ്പോഴും നമ്മുടെ കൂടെ തന്നെ മിസ്സബുക്ക് ഉണ്ട്. കാരണം എത്ര നമുക്ക് തന്ന മോട്ടിവേഷനും തന്ന ഓരോ കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടായത് കൊണ്ട് തന്നെ ആ സാന്നിധ്യം എപ്പോഴും നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. 1 വർഷം മിസ്സബുക്ക് ഇല്ലാത്ത 1 വർഷമാണ് കഴിഞ്ഞു പോയതെന്ന് വിശ്വസിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. നമ്മൾ ഈ വൈകിയ പോലെ ഞാൻ കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് അന്നൊരു കർത്തവ്യം എന്ന് പറഞ്ഞാൽ ഡോക്ടർ മിസ്റ്റർ ഇരിക്കൂർ അനുസ്മരണത്തിന് ഔദ്യോഗികമായി നന്ദി അറിയിക്കാവുന്നതാണ്. നമ്മള് 2.5 മണിക്കൂറായി നമ്മൾ ഈ പരിപാടിയിൽ എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നിട്ട് ഒരുപാട് ആൾക്കാർ ഇതിൽ സംസാരിച്ചു. അതായത് മിസ്സോക്കയുടെ കൂട്ടുകാരും അവരുടെ എല്ലാവരുടെയും ഓർമ്മകളും മിസ്സോക്കായിട്ടുള്ള അനുഭവങ്ങളും എല്ലാവരും പങ്കുവെച്ചു. എല്ലാവർക്കും സംസാരിച്ച് തീരുന്നില്ല. സമയത്തിന്റെ പരിമിതി കൊണ്ട് പലർക്കും പകുതിക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥയൊക്കെയാണ് നമുക്കുള്ളത്. കാരണം സംസാരിച്ചു തുടങ്ങിയാൽ തീരാത്തൊരു ക്യാരക്ടറാണ് മിസ്സോക്ക എന്ന് പറയുന്നത്. ഒരുപാട് ആൾക്കാർക്ക് ഇനി സമയം ഉണ്ടെങ്കിൽ ഇനിയും ഒരുപാട് സംസാരിക്കാൻ ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ഈ വൈകിയ വേളയിൽ നമ്മൾ ഈ പരിപാടി നന്ദി പറഞ്ഞ് അവസാനിക്കുകയാണ്. ഈ പരിപാടിയിൽ ആദ്യമായി നന്ദി പറയുന്നത് ഈ പരിപാടിയിൽ ഈ തിരക്കേറിയ സമയത്തും
ഒരു സംസ്ഥാനം തുടങ്ങി വെച്ചത് മുസ്ലിം MLA വന്നിട്ടാണ്. ഈ തിരക്കിയ സമയത്തും ഇവിടെ വരികയും മുസ്ലിംക്കായിട്ടുള്ള അനുഭവങ്ങളും കോളേജ് ലൈഫ് അനുഭവങ്ങളും യാത്രകളുടെ അനുഭവങ്ങളും അങ്ങനെ പലതും പറഞ്ഞു പോയ മുസ്ലിം MLAക്ക് ഞാൻ ലൈഫുണ്ട പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി അറിയിക്കാണ്. അതുപോലെ അധ്യക്ഷ ഹസീന PP, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ലൈഫും മുപ്പർക്കും ഞാൻ എന്റെ നന്ദി അറിയിക്കാം. അതുപോലെ മുഖ്യാവതരണം വെച്ച NM ഷഫീഖ് എക്സിക്യൂട്ടീവ് ഡയറക്ടർക്കും ഞാൻ എന്റെ നന്ദി അറിയിക്കാം. അതുപോലെ സൈനുദ്ദീൻ കലിവുള്ളു, റഹീന മൊയ്തു, അതുപോലെ മുസഫിന്റെ ചങ്ങാതിമാരും ബന്ധപ്പെട്ട ആൾക്കാർ ഒരുപാട് ആൾക്കാർ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. അവരെല്ലാവർക്കും ഇതിൽ പങ്കെടുത്തവർക്കും ഇതിൽ 2 മണിക്കൂറായിട്ട് നിൽക്കുകയും മുസഫിന്റെ അനുഭവങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയും സ്വന്തം അനുഭവങ്ങൾ അയവർക്കും എല്ലാവർക്കും എന്റെ നന്ദി അറിയിക്കാണ്. താങ്ക് യു. ഇതോടുകൂടി ലെഫ്റ്റ് സംഘടിപ്പിച്ച ഡോക്ടർ മുസ്തഫ ഇരിക്കൂർ അനുസ്മരണ പരിപാടി അവസാനിക്കുകയാണ്. ഇത് ഇന്ന് അവസാനിക്കുന്നതല്ല, ഡോക്ടർ മുസ്തഫ ഇരിക്കൂറുമായി നാട്ടിലേക്ക് ഇറങ്ങാൻ തന്നെയാണ് ലെഫ്റ്റ് ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിന്റെ കരിയർ വിദ്യാഭ്യാസ മേഖലയിൽ സംഭാവനകളെ നാടിനും സമൂഹത്തിനും ഉപകാരപ്പെടുന്ന രൂപത്തിലേക്ക് കൃത്യമായ ഡയറക്ഷനും കരിയർ ക്ലിനിക്കും കരിയർ ഡയറക്ഷനും നൽകിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവരുടെയും കൃത്യമായ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. മുസ്തഫ ഇരിക്കൂറിന്റെ പാരത്രിക ജീവിതം സമ്പുഷ്ടമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന ഉൾപ്പെടുത്തുക. താങ്ക് യു.